വിൻബിൾ അക്കാദമിക് കൗൺസിലറാണ്. നമുക്കറിയാം വിൻബിൾ അക്കാദമിയുടെ ഒരു ഫ്രീ വെബിനാറിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ദൈനംദിനം എന്നോണം വ്യത്യസ്തമായ ടോപ്പിക്കുകൾ നമ്മൾ നടത്തി വരുന്നു. ഇതിലൂടെ നമ്മുടെ നോളജുകൾ ഷെയർ ചെയ്യാനും നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് കൂട്ടുക എന്നതും കൂടി ഇതിലൂടെ സാധ്യമാകുന്നു. വിൻബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൈക്കോളജി സൈക്കോ തെറാപ്പി മേഖലകളിൽ കോഴ്സുകളും അതോടൊപ്പം വ്യത്യസ്തമായ വർക്ക്ഷോപ്പുകളും നടത്തി വരുന്നു. വളരെ കുറഞ്ഞ ഫീസിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു മോട്ടോ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വെബിനാറിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ദ മൂഡ് ഡിസോർഡേഴ്സ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യുന്നത് സ്നേഹ മേമാണ്. മേം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ അഡോളസെന്റ് കൗൺസിലർ ആണ്. നമ്മുടെ വിൻബിൾ അക്കാദമിയിൽ തന്നെ അഡോളസെന്റ് കൗൺസിലിംഗ് എന്ന ഒരു വർക്ക്ഷോപ്പ് കൂടി നടത്തി വരുന്നു. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനെയും ഇതിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ ലീഡ് ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനിയായ സ്നേഹ മാമിനെ ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു. ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ അല്ലേ? അതെ മാം, ഓഡിബിൾ ആണ്. താങ്ക് യു റഹ്മത്ത്, താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പതുക്കെ ഓരോരുത്തർ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യട്ടെ. കുറച്ചു പേരെയൊക്കെ എനിക്ക് അറിയാൻ തോന്നുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ ഇങ്ങനെ ചാറ്റ്സിലൊക്കെ കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയുന്നുണ്ടാവും. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അഡോളസെന്റ് കൗൺസിലിംഗിന്റെ ഒരു കോഴ്സ് ഇപ്പൊ വിംബിളിന്റെ പാർട്ടാണ്. ഇതേപോലെ അഡോളസെന്റ് കൗൺസിലർ ആണ്. അതല്ലാതെ ഞാൻ നോക്കുമ്പോൾ ഒരു ടീച്ചറാണ്. സൈക്കോളജി ഫീൽഡിലല്ലാതെ നോക്കുമ്പോൾ ഞാനൊരു ടീച്ചറാണ് 5 years ആയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് മൂഡ് ഡിസോർഡേഴ്സ് ആണ്. ഇതിപ്പോ ഓൾമോസ്റ്റ് പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മൾ അതിലെ കുറച്ചും കൂടെ ഒന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ട്, അതിന്റെ ഒരു കോസസ് എന്തൊക്കെയായിരിക്കും, അതിന്റെ സിംറ്റംസ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, എങ്ങനെയാണ് നമുക്കിപ്പോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ, ചെറിയ ചെറിയ മൂഡ് ഇഷ്യൂസ് ഒക്കെ എങ്ങനെ സ്വയം വീട്ടിൽ തന്നെ ഹാൻഡിൽ ചെയ്യാം, അല്ല നമുക്കത് സിവിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നത്, എവിടെയാണ് നമുക്ക് ഹെൽപ്പ് എടുക്കേണ്ട ഒരു കണ്ടീഷൻ എത്തുന്നത് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു 1.5 hourനുള്ളിൽ നിർത്താം എന്നുള്ള ഒരു രീതിയിലാണ്. ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആണ്, നിങ്ങൾക്ക് അറിയാം. 1.5 hourലല്ല, നമ്മളൊരു 1 week എടുത്താലും തീരാത്ത അത്രയും ടോപ്പിക് ആണ്. അത്രയും വലിയൊരു കാറ്റഗറിയാണ് മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിക്സ് ആയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂഡ് നമ്മൾ എപ്പോഴാ ഒരാൾക്ക് ഒരു ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി സൈക്കോ പത്തോളജിക്കൽ കണ്ടീഷൻ ഉണ്ട് എന്ന് പറയാം? മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ ഒരിക്കലും ഒരു സൈക്കോ പത്തോളജിക്കൽ കണ്ടീഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആയിട്ട് അസുഖമായിട്ടാണല്ലോ കാണുന്നത്. എപ്പോഴാണ് നോർമലി നമ്മൾ ഒരു കാര്യം, ഒരു പ്രവൃത്തി അതൊരു ഡിസോർഡർ ആയിട്ട് കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ കണ്ടീഷൻ ആയിട്ട് കണക്കാക്കുന്നത്? ആർക്കെങ്കിലും അറിയോ? റിപ്പീറ്റ് ആയിട്ട് അതേ കാര്യം ഒരു കുറച്ച് ടൈമിലേക്ക് റിപ്പീറ്റ് ആയിട്ട് ആവർത്തിക്കാം. വേറെ എന്തെങ്കിലും? പിന്നെ നമ്മളെ ലൈഫിലെ അത് ബാധിക്കുമ്പോ ലൈഫിനെ ബാധിക്കുന്നു. പിന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും. അത് ബാധിക്കുന്നു. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്ത്. യെസ്, അല്ലെ, നമുക്ക് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ കാരണങ്ങളാണ്. ഇപ്പൊ നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ ആദ്യത്തെ കാര്യം ഡീവിയൻസ് ആണ്. നമ്മൾ ഒരു വ്യക്തിയുടെ നോർമൽ ബിഹേവിയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. നോർമലി ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ ഡിസ്ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ടോ. ഇപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അവിടെ സ്കൂളിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇനി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ പറ്റില്ല. ഇനി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ പോലും ഈവൻ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളിൽ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ, ഡിസ്ഫങ്ഷനിങ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ നമ്മൾ നോക്കുക ഡിസ്ട്രെസ് ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ, സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ, ഈ ഒരു പ്രശ്നം കൊണ്ട് അവർ എന്തെങ്കിലും വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടോ നോക്കാം. ദെൻ നമ്മൾ നോക്കുന്നത് ഡേഞ്ചർ ആണോ എന്നുള്ളതാണ്.
ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വലിയ അപകടം ആവണമെന്നൊന്നുമില്ല, ചെറിയ ചെറിയ കാര്യമാണ്. അവർക്ക് ചുറ്റുമുള്ളവർക്കോ അതൊരു ഡേഞ്ചർ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു സൈക്കോപത്തോളജിക്കൽ കണ്ടീഷനാണ്. അപ്പൊ സൈക്കോപത്തോളജിയിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഡീവിയൻസ് നോക്കും, ഡിസ്ഫങ്ഷൻ നോക്കും, ഡിസ്ട്രസ് നോക്കും, ഡേഞ്ചർ നോക്കും. ഈ 4 കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല പല കാറ്റഗറി ആക്കിയിട്ട് ഈ അസുഖങ്ങളെയൊക്കെ വേർതിരിച്ച് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ പല കാറ്റഗറി ആക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് മൂഡ് ഡിസോർഡർ. മൂഡ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് ഇന്ന് വളരെ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശയായിട്ട് എടുക്കുന്ന ഒരു രീതിയിൽ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ എന്താണ് ഡിപ്രഷൻ ആണോ, നമ്മളൊരു തമാശ വാക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ ഈ ഡിപ്രഷൻ ആയാലും ആങ്സൈറ്റി. ചെറിയ പേടിക്ക് പോലും ചില ആൾക്കാർ ആങ്സൈറ്റി ചെറിയൊരു ആങ്സൈറ്റി ഉണ്ട്. പേടി എന്നൊരു വാക്കിന് പകരമായിട്ട് ഇപ്പൊ കുറെ പേര് ആങ്സൈറ്റി എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ശരിക്കും വെറുതെ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസസോ അല്ലെങ്കിൽ തൽക്കാലം ഉണ്ടാവുന്ന വിഷമങ്ങളോ പേടികളോ ഒന്നുമല്ല മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. അത് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളെയും നമ്മുടെ ബിഹേവിയറിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ അല്ലെ, നമ്മുടെ ഫാമിലി ആയിട്ടുള്ളത്, നമ്മൾ ആളുകളായിട്ട് ഇടപഴകുന്നതില് എല്ലായിടത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. നമ്മള് വെറുതെ ഇത് മൈൻഡിലുള്ള കാര്യം താൽക്കാലികമല്ല, നമ്മളെ ഫിസിക്കലി നമ്മളെ ഡൗൺ ആക്കുകയും കൂടി ഏത് ചെയ്യും, ഈ മൂഡ് ഡിസോർഡേഴ്സ് ചെയ്യും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോ ഡിപ്രഷനും ഈ ബൈപോളാറും ഒക്കെ ആയിരിക്കും. അപ്പോ ഇത് നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ് ആണ്. ഇതല്ലാതെയും കുറെ ഡിസോർഡേഴ്സ് ഉണ്ട്. വേറെ ഏതെങ്കിലും മൂഡ് ഡിസോർഡേഴ്സ് പറയാമോ? ഡിപ്രഷനും ബൈപോളാറും അല്ലാതെ ഏതെങ്കിലും ആർക്കെങ്കിലും അറിയാവോ? ആങ്സൈറ്റി വരോ? ഇല്ല, ആൻസൈറ്റി മൂഡ് ഡിസോർഡർ അല്ല. ആൻസൈറ്റി ഡിസോർഡേഴ്സ് വേറൊരു കാറ്റഗറിയാണ്. ഇൻവല്യൂഷൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അല്ല, അതെല്ലാം നമുക്ക് വേറെ സ്ട്രെസ് ഡിസോർഡർ വേണമെങ്കിൽ നമുക്ക് ഈ ഇമോഷണൽ റെഗുലേഷന്റെ ഭാഗം വരുന്നവിടെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പക്ഷെ PTSD മൂഡ് ഡിസോർഡർ അല്ല. PTSD മാനിയ ആൻസൈറ്റി ഡിസോർഡർ ആണ് കേട്ടോ. മാനിയ ഹൈപ്പർമാനിയ മാനിയ ഹൈപ്പോമാനിയ ഒക്കെ ബൈപോളാറിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. പിന്നെ ഇൻവല്യൂഷൻ അല്ലേ? സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് വരാറുണ്ട്. സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ആൽക്കഹോള്, ഡ്രഗ്സ്, മെഡിക്കേഷൻസ് എന്തും ആവാം. അതിന്റെ ഭാഗമായിട്ട് മൂഡ് ഡിസോർഡേഴ്സ് വരാറുണ്ട്. മൂഡ് ഇഷ്യൂസും ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റീസും ഒക്കെ വരാറുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ചില മെഡിക്കൽ കണ്ടീഷൻസ് കാരണം അല്ലെ, നമ്മളിപ്പോ പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു അസുഖം നമുക്ക് വന്നു. ആ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വരാം, മൂഡ് ഇഷ്യൂസ് വരാം. അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ പറ്റി ചിന്തിച്ചിട്ടോ ആ അസുഖം ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെയോ നമുക്ക് എന്ത് വരാറുണ്ട്, മൂഡ് ഡിസോർഡേഴ്സ് വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ പല കാറ്റഗറി ഓഫ് മൂഡ് ഡിസോർഡർ ഉണ്ട്. അപ്പൊ മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? 4 സിംറ്റംസ് ആണ് അത് കാണിക്കുക. ഇതിപ്പോ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന 4 സിംറ്റംസിൽ എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവും, ഭയങ്കരമായ സങ്കടം, അത് കുറേ നാളായിട്ട് നമ്മൾ നിലനിൽക്കുന്നുണ്ട്. ഈ സങ്കടം അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാവുന്നുണ്ടാവും. ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കുറേ തോട്ട്സും നിരാശയും അങ്ങനെയുള്ള സിംറ്റംസ്. ഇമോഷണലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. ഒന്നെങ്കിൽ എലവേറ്റഡ് ആയിട്ട് ഹൈ ആയിട്ട് ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ അതിന് നേരെ താഴെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലുണ്ട്. ഇമോഷൻ ഫ്ലക്ച്വേഷൻസ് നല്ല രീതിയിൽ നമ്മളിൽ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് ബിഹേവിയറൽ ഇഷ്യൂസ് ആണ്. നമ്മൾ പതിയെ പതിയെ സോഷ്യൽ ആക്ടിവിറ്റീസിന് പിന്മാറിയിട്ടുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇമ്പൾസീവ് ആയിരിക്കും, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, ആലോചിക്കാതെയും ചെയ്യാതെയും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുക. ഇമ്പൾസീവ് ആയിട്ടുള്ള റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് ഒക്കെ ചെയ്യുക അല്ലേ, ആ രീതിയിലോട്ടൊക്കെ പോവാന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ റെക്ലെസ് ഡ്രൈവിങ്, ഒട്ടും ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിക്കുന്നത് പോലും ഒരു നമ്മുടെ ഒരു സ്ട്രെസ്സിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ, അല്ലെങ്കിൽ മൂഡ് ഇഷ്യൂവിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് പോലെ വരുന്നതാണ്. അല്ലാതെ വയലേറ്റ് ചെയ്യുന്നവരുണ്ട്, അവരെ അല്ല പറയുന്നത്. കോമൺലി അതൊരു സിംറ്റമാണ്. ദെൻ കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ പലപ്പോഴും ചില ആൾക്കാർ പറയും ഭയങ്കര മറവിയാണ്,
ഭയങ്കര മറവിയാണ്. ആക്ച്വലി നമ്മൾ അവരെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ഡിമെൻഷ്യ, അംനീഷ്യ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. ശരിക്കും അവരുടെ മറവി എന്താണ്? അത് കോഗ്നിറ്റീവ് ഇഷ്യൂ വരുന്നതാണ്. നമ്മുടെ മൂഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുമ്പോൾ, സ്ട്രെസ് നമ്മളെ ബാധിച്ചു വരുമ്പോൾ പതിയെ പതിയെ നമ്മുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറയും. ഈ അറ്റൻഷനും കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമുക്ക് ആ ചെയ്ത കാര്യം നമ്മുടെ മൈൻഡിൽ ഇല്ല. നമ്മൾ അതിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടല്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെമ്മറി ഇഷ്യൂസ് ഉണ്ടാവും, മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, സ്ലോ തിങ്കിങ്ങിലോട്ട് മാറും, കുറേ നെഗറ്റീവ് തോട്ട്സ് വരും. എപ്പോഴും എല്ലാത്തിനെ പറ്റിയും കുറേ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ടാ വരാം. നമ്മൾ വേണം വെച്ച് ചിന്തിച്ചു കൂട്ടുന്നൊന്നല്ല, പക്ഷെ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കയറി വരും. ഇനി ഒന്നും കൊള്ളില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം എന്റെ മിസ്റ്റേക്സ് ആണ്, എല്ലാം നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത് എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല രീതിയിലൊക്കെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഞാൻ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. നിങ്ങൾ എത്ര ഉറങ്ങിയാലും എത്ര റെസ്റ്റ് എടുത്താലും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും. അതേപോലെ ചിലവരിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാവുക, ഉറക്കം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് എക്സസീവ് സ്ലീപ്പിംഗ് ആയിരിക്കും, ഉറക്കം കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഉറങ്ങും എഴുന്നേക്കും ഒരു പ്രോപ്പർ അല്ലാത്തൊരു സ്ലീപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ പെറ്റേറ്റ് ചേഞ്ച്, വിശപ്പിൽ മാറ്റങ്ങൾ വരും. ചിലവര് കണ്ടിട്ടില്ലേ, സ്ട്രെസ് വന്നാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും. ചിലവർ നേരെ തിരിച്ചാ, ഫുഡ് കഴിക്കുകയില്ല. അത് അവരുടെ വെയിറ്റ് ഗെയിനെയും ബാധിക്കുന്നുണ്ടാവും. വളരെ സഡൻ ആയിട്ട് തന്നെ അവരുടെ വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ എങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഒരു മൂഡ് ഡിസോർഡർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. എല്ലാം ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇതിൽ പറയുന്ന ചില സിംറ്റംസ് എങ്കിലും നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടും ബിഹേവിയറലായിട്ടും കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ, ഈ 4 സിംറ്റംസ് ആണ് ഒരു വ്യക്തിയിൽ കാണുന്നത്. ഇപ്പൊ ഓരോരോ ടൈപ്സ് ആയിട്ട് പറഞ്ഞു പോയി, കുറെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല മൂഡ് ഡിസോർഡേഴ്സിൽ. ഇപ്പൊ ഇത് ജനറൽ ആയിട്ട് പറഞ്ഞതാണ്. ജനറൽ ആയിട്ട് ഈ സിംറ്റംസ് ഒക്കെയാണ് ഏത് മൂഡ് ഡിസോർഡറിലും നമ്മൾ കാണാറുള്ളത്. ഇനി ഓരോന്നിലോട്ട് വരുമ്പോഴേക്കും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇത് പറയാം. ഇത് ക്ലിയർ അല്ലേ? ഇതൊരു പറഞ്ഞേ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒന്നാണ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് അഡൽട്സിന് മാത്രമല്ല, കുട്ടികളിലും അഡോളസെൻസിലും എല്ലാവരിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണുന്ന, ഡൗട്ട് അല്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാം. എനിക്കിന്ന് പ്രാർത്ഥിക്കണം, അതാണ് ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് കെട്ടിടൊക്കെ അടുത്ത 9 മണിക്ക് ഞാനാണ് മിനി മാം ഒന്ന് മൈക്ക് ഓഫ് ചെയ്യാവും. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് മൂഡ് സ്വിങ്സോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നാൾ വിഷമിച്ചിരിക്കുന്നതോ അല്ല. നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, വിഷമം വരാറുണ്ട് അല്ലെ? നമുക്ക് ഇപ്പൊ ജോലി പോകുന്നതാവാം, അല്ലെങ്കിൽ ജോലി തന്നെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്തായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം നമ്മൾ വിചാരിച്ച പോലെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, സ്കൂളിൽ നമ്മൾ വിചാരിച്ചത്ര സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ അതല്ല ഡിപ്രഷൻ. ഈ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ പോലും നമുക്ക് ഓവർവെൽമിങ് ആയിട്ട് തോന്നും. നമുക്കിത് എന്താ പറയാ, ബാലികേറ മല എന്ന് പറയില്ലേ നമ്മള്, ഒരു വാക്കുണ്ടല്ലോ മലയാളത്തിൽ, എന്ന് വെച്ചാൽ ബാലിക്ക് പോലും കയറാൻ പറ്റാത്ത അത്രയും വലിയ, അയാൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, പക്ഷെ അയാൾക്ക് പോലും കയറാൻ പറ്റാത്ത അത്രയും വലിയ ടാസ്ക് ആണ് അത്. അതുപോലെയാണ് നമുക്ക് ഭയങ്കര ഓവർവെൽമിങ് ആയിട്ട് തോന്നും. ജസ്റ്റ് ഒന്ന് രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ റൂമിലെ തുണികൾ മടക്കി വെക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊന്ന് റൂമൊന്ന് പുറത്തു പോകുന്നതോ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ പോകുന്ന കാര്യങ്ങളിലൊന്നും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഭയങ്കര ഓവർ എഫേർട്ട് ഇട്ടിട്ടായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, ഓ ഇവനെ കണ്ട ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് തോന്നില്ലല്ലോ എന്ന്. അവര് ഡിപ്രഷൻ ഉണ്ടോ തോന്നാത്ത എന്തുകൊണ്ട്? അവരത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരെ ബാധിക്കുന്നുണ്ട്, ഓവർവെൽമിങ് ആവുന്നുണ്ട്. അവരെ ഓവർ എഫേർട്ട് എടുത്തിട്ടാണ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും അവർ ചെയ്യുന്നത്. നമുക്കിപ്പോ രാവിലെ എഴുന്നേറ്റ് പോവാൻ, ഒരു ദിവസം ഉറക്കം ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിക്കും. അപ്പൊ ഇത് സ്ഥിരമായിട്ട് സ്ലീപ്പ് ഡിസ്റ്റർബൻസസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അവരുടെ മൊത്തം ഡൗൺ ആയി മാറും. ഇപ്പൊ വെറുതെ ഒന്ന് വിഷമിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മൂഡ് ഇഷ്യൂസ് വരുന്നതോ അല്ല ഡിപ്രഷൻ. അവരുടെ ഫീലിങ്സിൽ തന്നെ മാറുന്നുണ്ട്, അവരുടെ തോട്ട് പ്രോസസ്സ് മാറുന്നുണ്ട്, അവർക്ക് ഡേ ടു ഡേ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കുഞ്ഞു കാര്യം ചെയ്യാൻ പോലും അവർക്ക് എന്തില്ല, പറ്റില്ല. പെർസിസ്റ്റന്റ് സാഡ്നെസ് ആണ്. ഒരു 2 വീക്സ് എബവ്
കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നു, ഒരു എംപ്റ്റിനെസ് തോന്നുന്നു. അതേപോലെ നിങ്ങൾക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. ഉറക്കത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരു 4 വീക്സ്, ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഉണ്ടാവുക. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക. ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അവിടെ എന്തോ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് വരാം. ഒരാളോട് വെറുതെ സംസാരിക്കുമ്പോൾ പോലും ചിലവർ ബ്ലാങ്ക് ഔട്ട് ആയിട്ട് പോകും. അത് കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ വർത്ത്ലെസ് ആയിട്ട് തോന്നുക, ഇനി ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള തോട്ട്സ്. ക്ഷീണം, എപ്പോഴും ലോ എനർജി. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, കൃത്യമായി ഉറങ്ങാൻ കിടക്കുന്നുണ്ട്, എഴുന്നേൽക്കുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്താലും ക്ഷീണമാണ്. പിന്നെ സൂയിസൈഡൽ തോട്ട്സ്. ഏറ്റവും കുറച്ചും കൂടി സിവിയർ കേസിലോട്ടൊക്കെ ഡിപ്രഷൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂയിസൈഡൽ തോട്ടിലായിരിക്കും. നമുക്കറിയാം കുറെ കേസസ് ഒക്കെ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർക്ക് ഡിപ്രഷൻ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ ചോദിക്കുക, കഴിഞ്ഞ ആഴ്ചയും കൂടി അവൾ ഹാപ്പി ആയിരുന്നല്ലോ, ഒരു കുഴപ്പവും തോന്നിയില്ലല്ലോ, അല്ലെങ്കിൽ അവൻ ഓക്കെ ആയിട്ടാണല്ലോ ഫീൽ ചെയ്ത്, ഇന്നലെയും കൂടെ എന്നോട് സംസാരിച്ചല്ലോ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരുടെ ഉള്ളില് അതിങ്ങനെ ഓവർവെൽമിംഗ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അവർക്ക് ഒരുപാട് തോട്ട്സ് ഇഷ്യൂസ് ഉണ്ടാവും. ഇവിടെ തോട്ടിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട്. വേണം വെച്ചല്ലെങ്കിൽ പോലും ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഡിപ്രഷൻ പറയുകയാണെങ്കിൽ എന്താ, കുറേ ടൈപ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ ഏറ്റവും കോമൺ ടൈപ്സിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ആഴ്ച 3 ആഴ്ച കാലമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ഒരു മൈൽഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. പിന്നെ അതൊരു നിങ്ങൾക്ക് ഒരു 6 മന്തോളം തോന്നുകയാണ്. 6 മന്ത്, ഒരു 3 to 6 മന്ത് വരെ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ ഒരു 3 മുതൽ 6 മാസം വരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു മോഡറേറ്റ് ലെവൽ ഓഫ് ഡിപ്രഷൻ. ഇനി അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഒരു കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല, എല്ലായിടത്തും ബുദ്ധിമുട്ട്, എല്ലാത്തിനും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും. ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസും കൂടി മോഡറേറ്റ് ഡിപ്രഷന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ കഴിയുമ്പോൾ സിവിയർ ആകുമ്പോഴാണ് അത് സൂയിസൈഡൽ തോട്ടിലേക്ക് പോകുന്നത്, മേജർ ഡിപ്രഷൻ ആയിട്ട് മാറുന്നത്. ഇവിടെ സൂയിസൈഡൽ തോട്ട്സ് മാത്രമല്ല ഉണ്ടാവുക, ചില ആളുകളിൽ ഹലൂസിനേഷൻസ് ഉണ്ടാവും. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കാണുക, കേൾക്കുക, സ്മെല് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അവരുടെ ആ പെർസെപ്ഷൻ അല്ലെങ്കിൽ അവരൊരു കാര്യം കണ്ട് മനസ്സിലാക്കുന്നതിൽ തെറ്റായി വരുന്നു. അവിടെ ചില രൂപങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ആരോ സംസാരിച്ചതായിട്ട് കേൾക്കുന്നു എന്നൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഡിപ്രഷൻ സിവിയർ ആയി കഴിഞ്ഞാൽ അവിടെ സൈക്കോട്ടിക് സിംറ്റംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹലൂസിനേഷൻ, ഡിലൂഷൻ പോലെയുള്ള കാര്യങ്ങൾ വരും. ഡിലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മിഥ്യാധാരണകൾ. നമ്മൾ എത്ര എവിഡൻസ് നിരത്തിയാലും അവരത് വിശ്വസിക്കില്ല. അവർ അത്രയും ഉറച്ചു പോകും. എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ എനിക്കെതിരാണ് എന്നൊക്കെ തുടങ്ങിയുള്ള ഡിലൂഷൻ. അല്ലെങ്കിൽ ചിലപ്പോൾ നേരെ തിരിച്ചാണ്, ഞാൻ വലിയ സംഭവമാണെന്നുള്ള ഡിലൂഷനും വരും കേട്ടോ. ഗ്രാൻഡ്യൂസ് ഡിലൂഷൻ എന്ന് പറയും. അങ്ങനെയുള്ള തോട്ട്സ് വരാം. അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് ഓവർ വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം എന്നെ ഇതിന് അയച്ചതാണ്, ഞാനാണ് ഇതൊക്കെ ഇതിനെ ശരിയാക്കാൻ പോകണം എന്നുള്ള രീതിയിൽ പല ഡിലൂഷൻ ടൈപ്സ് ഉണ്ട്. അതിലോട്ടൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്രഷൻ വളരെ സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താവും, സൈക്കോട്ടിക് സിംറ്റംസ് കാണിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് മെഡിസിൻ ഒക്കെ കൊടുത്ത് നോർമൽ ആയിട്ടായിരിക്കും പിന്നീട് കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ തെറാപ്പിക്കോ ഒക്കെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതിപ്പോ ശ്രദ്ധിക്കാതെ വിടുന്നതുകൊണ്ടാണ് മൈൽഡ് ലെവലിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഒരു അവസ്ഥയിലോട്ട് എത്തില്ല. ഇനിയിപ്പോ ഇവിടെ ആരോ പറഞ്ഞു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പറഞ്ഞു ചോദിച്ച സമയത്ത്, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ മേജർ ഡിപ്രഷന്റെ ഭാഗമാണ്. മേജർ ഡിപ്രഷനിൽ തന്നെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞത് കോമൺ ആയിട്ട് നമ്മൾ മൈൽഡ് മോഡറേറ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഈ മേജർ ഡിപ്രഷനിൽ കുറെ ടൈപ്സ് വരുന്നുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള ഒന്നാണ്, കോമൺ ആയിട്ട് നമുക്ക് പറയാവുന്ന, പൊതുവായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ആളുകളിലൊക്കെ കാണുന്ന ഒന്നാണ് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ, മെലാങ്കോളിക് ഡിപ്രഷൻ, സൈക്കോട്ടിക് ആൻഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. സീസണൽ അഫക്റ്റ് നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. എങ്കിലും ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും, പലർക്കും വിറ്റമിൻ ഡി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഈ ഡിപ്രഷൻ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ടിപ്പിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് സാധാരണ ഡിപ്രഷൻ പറഞ്ഞാൽ നമ്മളിത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയല്ല വിചാരിക്കുക.
വളരെ ഗ്ലൂമി ആയി വിഷമിച്ച് സങ്കടപ്പെട്ട് ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും ഒന്നും ഇല്ലാതെ വളരെ മെലിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെയാണ് ഡിപ്രഷനുള്ള ഒരാളെ പറ്റി കാലങ്ങളായിട്ടുള്ള സമൂഹത്തിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അല്ല, ഒരു അസുഖമുള്ള ആള്, ഡിപ്രഷനുള്ള ആള് ഇങ്ങനെയാണ്. പക്ഷേ എറ്റിപ്പിക്കൽ ഡിപ്രഷൻ നേരെ തിരിച്ച, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ആൾ ആക്റ്റീവ് ആയിരിക്കും, ആളുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, ഈ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇതൊക്കെ കാണും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, ഇയാൾക്കൊരു കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾ ഭയങ്കര ഹാപ്പി ആണല്ലോ, അല്ലെ, എന്താണ് ഭയങ്കര സന്തോഷമായിട്ടാണല്ലോ പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതൊരു ടെമ്പററി മൂഡ് ഇംപ്രൂവ്മെന്റ് മാത്രമാണ്. ആ വ്യക്തിക്ക് ഡിപ്രസീവ് മൂഡും ഉണ്ട്, പ്ലസ് ഒരു പോസിറ്റീവ് സൈഡും കൂടിയുണ്ട്. ആള് പല സമയത്തും ഡിപ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ ചെറിയൊരു ഇൻട്രസ്റ്റോ വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അവരൊരു പോസിറ്റീവ് മൈൻഡിലോട്ട് വരികയും പോസിറ്റീവ് ആയിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യും. ആ ഒരു പോസിറ്റീവ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതാണ് എറ്റിപ്പിക്കൽ എന്ന് പറയുന്നത്. നോർമലി ഡിപ്രഷൻ ആളുകൾ പെട്ടെന്ന് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വരില്ല. എറ്റിപ്പിക്കൽ ഡിപ്രഷനുള്ള ആളുകളിൽ ഈ പറഞ്ഞ രണ്ട് അവസ്ഥയും കാണും. ഇപ്പൊ ബൈപ്പോളാർ അല്ല കേട്ടോ, ഇവിടെ എന്താ പറയാ, അവർ ഡൗൺ ആണ്, ഡിപ്രഷന്റെ സിംറ്റംസ് ഒക്കെ അവരിലുണ്ട്. പ്ലസ് ചില മൊമെന്റ്സിൽ ചില നേരത്ത് മാത്രം അവർ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സൈഡ് കാണും, ഒരു മൂഡ് ഇംപ്രൂവ്ഡ് ആവും. അവർ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മൂഡ് റിയാക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കുറച്ചും കൂടി ആക്റ്റീവായിട്ടൊക്കെ അവർ ഇരിക്കുന്നത് കാണാം. ഇതാണ് എറ്റിപ്പിക്കൽ ഡിപ്രഷൻ. മാം ഇത് എപ്പിസോഡിക് ആയിട്ട് വരുന്ന അങ്ങനെയാണോ? അങ്ങനെ എപ്പിസോഡിക് എന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസത്തിൽ തന്നെ അവർക്ക് അത് ഇങ്ങനെ മാറുന്നുണ്ടാവും. അതാണ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്തത്. ഇപ്പൊ അവര് രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് വരിക്കും ചിലപ്പോ. പക്ഷെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരിക്കുന്നതാണ്. ഇപ്പൊ ചിലപ്പോ അവര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇരുന്ന് വരുമ്പോ അവർ ഓക്കെ ആയിട്ട് നമുക്ക് കാണും, അല്ലെങ്കിൽ അവരുടെ ഒരു മൂഡിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യില്ല, നമ്മൾ ശ്രദ്ധിക്കില്ല. ആ ഒരു രീതിയിൽ പോകുന്നതാണ് ടിപ്പിക്കൽ ഡിപ്രഷൻ. ഇങ്ങനെ ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് അങ്ങനെയൊന്നുമില്ല. ഒരു ഡേ ടു ഡേ ലൈഫിൽ തന്നെ ആ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മാറി മാറി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ മെലാൻകോളിക് ഡിപ്രഷൻ. ഇത് മോർണിംഗ് ഡിപ്രഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സിമ്പിൾ ലാംഗ്വേജിൽ പറഞ്ഞാല് രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത്, അല്ലെ? നമ്മളൊരു രാവിലത്തെ ഒരു ദിവസം നമ്മളൊരു നല്ല ഹോപ്പോട് കൂടെ നല്ല പ്രതീക്ഷയോടെ ഒക്കെ തുടങ്ങുന്നതാണ് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും. പക്ഷെ ആ രാവിലെ തന്നെ ഒരു ഡൗൺ ആണെങ്കിലോ, ഈ രാവിലെ അല്ലെങ്കിൽ ആ മോർണിംഗ് ടൈമിലാണ് ഇവർക്ക് എന്ത് വരുന്നത്, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. രാവിലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു മോർണിംഗ് ടൈമിൽ തന്നെ അവർക്ക് എന്ത് വരും, ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഒരു ഉറക്കം നഷ്ടപ്പെട്ട, ഒരു ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അവരുടെ ലൈഫിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു കാര്യം അവർക്ക് കൂടുതലായിരിക്കും. ആ ഒരു മൊമെന്റിൽ, ആ ഒരു എഴുന്നേൽക്കുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് തന്നെ ലൈഫിലുള്ള പ്രഷർ പോകും. ഇപ്പൊ രാവിലെ കുറച്ച് ഹാപ്പി ആയിട്ട് എണീറ്റാലും കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവരെന്താവും, ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഒന്നിലും ഒരു ഹോപ്പില്ലാത്ത, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഒരിക്കലും നല്ല കാര്യം അവരുടെ ലൈഫിൽ വരുന്ന അവർ എക്സ്പെക്ട് ചെയ്യുന്നേ ഇല്ല. ആ ഒരു രീതിയിലായിരിക്കും ഈ ഡിപ്രഷൻ ആളുകളുടെ തോട്ട്സും കാര്യങ്ങളും പോകുന്നത്. മൂന്നാമത്തേത് സൈക്കോട്ടിക്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുറെ തെറ്റായ ചിന്തകൾ, ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ഉണ്ടാവും, ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും, ഹലൂസിനേഷൻസ് ഉണ്ടാവും, ഡിലൂഷൻസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫാൾസ് ആയിട്ടുള്ള കാഴ്ചകൾ. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതേ മുന്നിൽ ഒരു നിഴലിനെ കാണാൻ പറ്റുന്നുണ്ട്, അയാളെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെന്ന് ഞാൻ പറയുന്നു. ചുറ്റുമുള്ള ആർക്കും കാണാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ഹലൂസിനേഷനാണ്. എന്റെ കണ്ണ് എന്നെ പറ്റിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്റെ പെർസെപ്ഷൻ, എന്റെ കണ്ണും ബ്രെയിനും തമ്മിൽ പോകുന്ന ആ ഒരു കറക്റ്റ് ആയിട്ട് അതിനെ പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അവിടെ ഒരു രൂപം നിൽക്കുന്ന പോലെ എന്റെ തോട്ട്സും കൂടി അതിലോട്ട് കണക്റ്റഡ് ആവും. അപ്പൊ എനിക്ക് അവിടെ ഇങ്ങനെ ഒരാളെന്നെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ എന്നെ തൊടുന്നതായിട്ട്, നമുക്ക് അങ്ങനെ ഹലൂസിനേഷൻ ഉണ്ട്. എന്നെ ടച്ച് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ എന്റെ മേലെ എന്തെങ്കിലും അരിക്കുന്നതായിട്ട്, അതല്ലെങ്കിൽ സൗണ്ടുകൾ കേൾക്കുന്നതായിട്ട്, ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കുന്നതായിട്ട്, ഈ രീതിയിലൊക്കെ ഹലൂസിനേഷൻ ഉണ്ടാവും. ഇത് മാത്രമല്ല, സ്മെല്ല്. നമ്മൾ പറയും എന്തോ സ്മെല്ല് വരുന്നു എന്നുള്ള ഫീലിംഗ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവൻ ടേസ്റ്റ്, നമ്മളൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ വായിൽ വല്ലാത്ത ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്യുക, പല രീതിയിലുള്ള ടേസ്റ്റുകൾ ഫീൽ ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടാവും. പല രീതിയിലുണ്ട് ഹലൂസിനേഷൻസ്. ഇത് ഓരോ വ്യക്തികളിലും
ഓരോ തരത്തിലായിരിക്കും. ഇതിന്റെ ടെക്നിക്കൽ ടൈമിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ചിലവർക്ക് അറിയുന്നുണ്ടാവും വിഷ്വൽ, ഓഡിറ്ററി, ജസ്റ്റേറ്ററി, ഓൾഫാക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വഴി നമ്മൾ തെറ്റായിട്ട് പെർസീവ് ചെയ്യാണ് കാര്യങ്ങൾ. ശരിക്കും അത് സംഭവിക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഉണ്ട്. അതാണ് ഹലൂസിനേഷന്റെ അവസ്ഥ. ഇനി ഡിലൂഷൻ ആണെങ്കിലോ മിഥ്യാധാരണകളാണ്. അപ്പൊ തെറ്റായിട്ടുള്ള ധാരണ. ആണോന്ന് ഡൗട്ട് വരുന്നു എന്തോ മാം. അതെ, അപ്പൊ നമുക്ക് ഈ സ്കിസോഫ്രീനിയയില് ഡെലൂഷനോ ഹലുസിനേഷൻ വരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുവോ? ഇല്ല, എങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡ് ആയി? അവിടെ സിംറ്റംസ് വ്യത്യാസമില്ലേ? രണ്ടിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ വ്യത്യാസമില്ലേ? ആ, ഓക്കെ ഓക്കെ. ഡയഗ്നോസ്റ്റിക് അത് ഹലൂസിനേഷൻസ് ഇതിന്റെ ഒരു ഭാഗമാണ്. സൈക്കോട്ടിക് ഡിപ്രഷൻ ആണ്. ഇവിടെ ഡിപ്രസീവ് സിംറ്റംസ്, അതിന്റെ കൂടെ എന്തുണ്ടാവും? സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ടാവും. സ്കിസോഫ്രീനിയ പറയുമ്പോഴേക്കും അവിടെ മെയിൻ ആയിട്ടും എന്താണുള്ളത്? ഇതാണുള്ളത്. ഹലൂസിനേഷൻസ് ആണ് അവിടുത്തെ മെയിൻ സിംറ്റം. ഓക്കെ. അപ്പൊ ഇവിടെ സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ഹലൂസിനേഷനും ഡിലൂഷനും മാത്രമല്ല ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്രഷന്റെ ഈ സിംറ്റംസ് എല്ലാം ഉണ്ടായിരിക്കും. എല്ലാം ഇല്ലെങ്കിലും ഇതിലൊരു 5 or 6 സിംറ്റംസ് ഉണ്ടായിരിക്കും. അതിന്റെ ഒപ്പം തന്നെ എന്തും കൂടെ വരുന്നു? സൈക്കോട്ടിക് ആയിട്ടുള്ള ഹലൂസിനേഷനോ ഡിലൂഷനോ ഒക്കെ വരും. അതാണ് വരുന്നത്. ഈ ഡിലൂഷൻസ് എന്ന് പറയുമ്പോഴേക്കും തെറ്റായ ധാരണകള്, മിഥ്യാധാരണ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ആരോ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, എന്നെ ആരോ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്റെ പാർട്ട്ണർ എന്നെ ചതിക്കുന്നു, അതല്ലെങ്കിൽ ഞാൻ റിലീജിയസ് ആയിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ദൈവം എന്നെ വിട്ടിട്ടുള്ള ആളുകളാണ്, അതേപോലെ എന്റെ തോട്ട് ആരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, എന്റെ കുറേ തെറ്റായിട്ടുള്ള ധാരണകൾ. അതിന് നിങ്ങൾ എവിഡൻസിന് കൊണ്ടുവച്ചാലും അവർ പെട്ടെന്ന് വിശ്വസിക്കില്ല, വിശ്വസിക്കാൻ തയ്യാറാവില്ല. അതാണ് ഡിലൂഷൻ. ഇതൊക്കെ സൈക്കോട്ടിക് ഇഷ്യൂസിൽ കാണാറുണ്ട്. ദെൻ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ആർക്കെങ്കിലും അറിയോ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്തോളൂ. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലെക്ചർ അടിച്ച് പോകണ്ടല്ലോ. ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിലായിട്ടുണ്ടാവുന്ന ഡിപ്രഷൻ അല്ലേ? ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും പലരും അറിയാതെ പോകുന്ന ഒരു ഡിപ്രഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് മുന്നേ എപ്പോഴും ഇടയ്ക്ക് കേൾക്കുന്ന ചോദ്യങ്ങളാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ പറയുന്ന സമയത്ത്, പണ്ടുള്ളവർക്കൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോഴുള്ളവർക്കാണല്ലോ ഇതുള്ളത്, അതെന്താ അങ്ങനെ എന്നൊരു ചോദ്യം വരാറുണ്ട്. ആക്ച്വലി പണ്ടുള്ളവർക്ക് ഇല്ല എന്നല്ല അർത്ഥം. പണ്ടുള്ളവർക്കും ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവർക്കും ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസിന്റെ മാറ്റങ്ങള് ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അന്നത്തെ ഒരു ജീവിത രീതി അല്ല നമുക്ക് ഇന്നുള്ളത്. അതൊരു ഫാക്ടറാണ്. പിന്നെ ജനറ്റിക്സിൽ പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ, അതിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ ഒന്ന്, അന്നത്തെ കാലത്ത് ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് കുറച്ചും കൂടി ആളുകൾ അവെയർ ആണ്. എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആയിരുന്നു, എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് അവർ അവെയർ ആണ്. മറ്റുള്ളവർക്ക് അത് അറിയണ്ടായിരുന്നില്ല. ഇവർക്ക് അവെയർ ആയതുകൊണ്ട് തന്നെ അവരത് തുറന്ന് സംസാരിക്കും. അപ്പൊ കുറച്ചും കൂടി നമുക്ക് തോന്നും അന്നുള്ളവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നുള്ളവർക്ക് മാത്രമാണ്. പോസ്റ്റ്പാർട്ടം മാത്രമല്ല, പൊതുവെ ഡിപ്രഷൻ പറയുന്ന സമയത്ത് വരുന്നത്. പിന്നെ ഒന്ന്, ഇന്ന് ഡിപ്രഷൻ കൂടുന്നതിന് മറ്റൊരു ഫാക്ടറാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസീസ്. അത് നമുക്കറിയാലോ, നമുക്ക് കിട്ടുന്ന വിറ്റമിൻ ഡി കിട്ടണമെങ്കിൽ അത് സൺലൈറ്റ് തന്നെയാണ് കോമൺ ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സപ്ലിമെന്റ്സ് എടുക്കേ വഴിയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞു നോക്കുമ്പോൾ പലരുടെയും വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും പല ഫാക്ടേഴ്സ് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാനില്ല. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇപ്പൊ ടെസ്റ്റ് ചെയ്ത എല്ലാവർക്കും കുറവായിരിക്കും. കുറേ ആളുകളിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും കുറവായിരുന്നു. ഞാൻ സപ്ലിമെന്റ് എടുത്തോണ്ടിട്ട് ഒരു 2 മാസം. അപ്പൊ ഈ ഒരു വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ വിറ്റമിൻ ഡി കുറഞ്ഞാലും, അങ്ങനെയൊക്കെ നമ്മുടെ എന്തിനെ ബാധിക്കും? നമ്മുടെ ബോഡീനെ ബാധിക്കും. നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും. ഇതൊക്കെ ഈ പറഞ്ഞ മൂഡ് ഇഷ്യൂസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ പോസ്റ്റ്പാർട്ടം സംഭവിക്കുന്നത്, പോസ്റ്റ്പാർട്ടത്തിലും ഇതേപോലെ അറിയാലോ, ഒരു വലിയൊരു ഹോർമോണൽ ചേഞ്ച് നടക്കുന്ന സമയമാണ്. ഒരു അമ്മയാവുന്ന സമയത്ത് ഒരുപാട് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് അവരുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതൊരു ഫാക്ടറാണ്. അതിന്റെ കൂടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് കൂടി വരുന്നത്. ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് ഹോർമോണൽ ഇഷ്യൂസ് മാനേജബിൾ ആണെങ്കിൽ അവിടെ ആ ഇഷ്യൂ വരുന്നില്ല. ചോദിച്ചോളൂ. ഇപ്പോൾ ജനറൽ സർജറീസിൽ നിന്നും നമുക്ക് ഈ മൂഡ് ഡിസോർഡേഴ്സ് വന്നുണ്ട്. പോസ്റ്റ്മോർട്ടം മാത്രമല്ല
വരാലോ. അതാ പറഞ്ഞത്, നമുക്ക് ഈ പറഞ്ഞ പോലെ അത് വരുന്നുണ്ട്. നമുക്ക് ജനറൽ മെഡിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ടും ഡിപ്രഷൻ വരാം. ഡിപ്രഷൻ അല്ല, ഏത് മൂഡ് ഡിസോർഡർ വേണമെങ്കിലും വരാം. പിന്നെ ഞാൻ മേജർ ഡിപ്രഷന്റെ ടൈപ്സ് മാത്രം പറഞ്ഞു പോയതുകൊണ്ടാണ്, ബാക്കി വരുന്നേ ഉള്ളൂ. അത് സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലല്ല, കുറച്ചും കൂടുതൽ പുറം രാജ്യങ്ങളിലാണ്. അതായത് തണുപ്പ് മാത്രമുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കാലത്തിന് നമ്മൾ ഒരു ഫിൻലൻഡ് പോലെയുള്ള ഏരിയാസ് ഒക്കെ ഭയങ്കര, നിങ്ങൾക്ക് അറിയാം, തണുപ്പാണ് കൂടുതൽ. അവർക്ക് സൂര്യന്റെ പ്രകാശമൊക്കെ കിട്ടില്ല, അല്ലെങ്കിൽ സൺലൈറ്റ് കിട്ടാത്ത കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ സീസൺ അനുസരിച്ച് നമ്മുടെ മൂഡ് മാറുക എന്നുള്ളതാണ്. അതൊരു മേജർ ഡിപ്രഷന്റെ ഭാഗമാണ്. കാരണം ഇവര് കംപ്ലീറ്റ്ലി വിന്റർ ബ്ലൂസ് അല്ലെങ്കിൽ വിന്റർ ഡിപ്രഷൻ എന്നാണ് അതിനെ പറയുക. ആ ഒരു വിന്റർ സമയത്താണ് ഈ ഒരു മേജർ ഡിപ്രഷൻ പല ആളുകളിലും കാണാറുള്ളത്. ആ ഒരു നവംബർ ഡിസംബർ ആ സമയത്താണ് കൂടുതലായിട്ട് വരിക. കൂടുതലും കുട്ടികളിലും വുമൻസിലും യങ്ങർ അഡൽട്സിലും ആണ് ഈ ഒരു സിംറ്റംസ് നമ്മൾ കാണാറുള്ളത്. ഈ വിറ്റമിൻ ഡിയുടെ എക്സ്പോഷർ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. എന്താ ഞാൻ പറഞ്ഞു, ഇപ്പൊ എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലും മാത്രമല്ല, നമ്മുടെ അവിടെ ഇത് കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു. വിറ്റമിൻ ഡി ഡെഫിഷ്യൻസീസ് ഒക്കെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതല്ലാട്ടോ ഇനിയും ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് മേജർ ഡിപ്രഷൻ. പക്ഷെ ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഡിപ്രഷന്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി കാറ്ററ്റോണിക് ഉണ്ട്, അങ്ങനെ വേറെ കുറെ ടൈപ്സ് വരുന്നുണ്ട്. ഡിസ്റ്റമിക് ഡിസോർഡർ, ഇതും ഡിപ്രഷൻ ആണ്, പക്ഷെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡിപ്രഷനാണ് ഡിസ്റ്റമിക് ഡിസോർഡർ. എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഉണ്ടല്ലോ, ഹോപ്പ്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഉറക്കത്തിന്റെ പ്രശ്നങ്ങള്, ആപ്പറ്റൈറ്റ് ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൽഡ് ഫോമില് 2 കൊല്ലത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഡിസ്റ്റമിക് ഡിസോർഡർ. അതായത് ഈ സിംറ്റംസ് ഒക്കെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഒന്നെങ്കിൽ അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീനെ ഓവറായിട്ട് ബാധിച്ചിട്ടില്ല. ഇനി ചെറിയ രീതിയിലൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും നമ്മുടെ ഒരു ഹാബിറ്റ്, അതായത് അവരുടെ ഇറിറ്റബിലിറ്റി, മൂഡ് ഇഷ്യൂസ് ഒക്കെ അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ പാർട്ടായിട്ട് കൂടെയുള്ളവരും കൂടെ കൺസിഡർ ചെയ്ത് വന്നപ്പോൾ നമ്മൾ അത് കൺസിഡർ എന്താക്കുന്നില്ല, കാര്യമാക്കുന്നില്ല. അതാണ് ഇപ്പൊ എനിക്ക് എത്രയോ പേരെ അറിയാം. ഇപ്പൊ ഡിപ്രഷൻ, ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോയിട്ട് അവർ ചിലപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും. അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക വർഷങ്ങളായിട്ട് അവർക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 വർഷത്തിലെ 3 വർഷമൊക്കെ ആയിട്ട് അവർ എന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ ഡിപ്രഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ തിരിച്ചറിയുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ സിംറ്റംസ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ ഇത്രയും നാളായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഡിസ്റ്റമിക് ഡിസോർഡർ ആണ്. ഈ പറഞ്ഞ ഡിപ്രഷന്റെ സിംറ്റംസ് 2 വർഷക്കാലത്തോളമായിട്ട് നിലനിൽക്കുന്നു. ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ വളരെ സിവിയർ ആയിട്ട് അഫക്ട് ചെയ്യുന്നില്ല, എന്നാലും പല രീതിയിലും പല മേഖലകളിലും നമ്മളത് അഫക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് മോഡറേറ്റിലോട്ട് പോകും, പിന്നെ സിവിയർ ആവും, പിന്നെ ഈ പറഞ്ഞ പോലെ കൂടി വർഷങ്ങൾ എടുക്കുമ്പോൾ അത് അങ്ങേയറ്റം എത്തുമെന്ന് പറയില്ലേ, അവിടെ എത്തുമ്പോഴാണ് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇത് ബിസി ലൈഫ് കാരണമാണോ നമ്മൾ ശ്രദ്ധിക്കാതെ പോണു? ആക്ച്വലി എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടില് ഇപ്പോഴും നമ്മൾ മൂഡ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനൊന്നും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പൊ ഒരു ദിവസം നമുക്കൊരു കുറച്ച് നാളായിട്ട് നമുക്ക് ക്ഷീണമുണ്ട്, കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കാര്യമാക്കാതെ വിടാറുണ്ട്. പൊതുവെ ഈ പറഞ്ഞ പോലെ വുമൻസിലും യങ്ങർ അഡൾട്ട്സിലും കുട്ടികളിലൊക്കെയാണ് കൂടുതൽ കാണുക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഒരു ആറ്റിറ്റ്യൂഡ് അത് അങ്ങനെ വിട്ട് കളയുന്നുള്ളതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇറിറ്റബിലിറ്റിയും ആംഗർ ഇഷ്യൂസ് ഒക്കെ ആകുമ്പോൾ അത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് എടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങൾ മടിയൊക്കെ കാണിക്കുമ്പോൾ അത് മടിയായിട്ട് നമ്മൾ കണക്കാക്കും. ആരും ആ ഒരു ലെവലിലോട്ട് ചിന്തിക്കുന്നില്ല, എന്റെ മൈൻഡിന് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എന്നെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് ചിന്തിക്കാൻ അത്രയും അവയർനെസ് എനിക്ക് തോന്നുന്നു ഇനിയും എത്തിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും ഞാൻ നമ്മളെ ഇപ്പൊ ADHD ആയാലും ഡിപ്രഷൻ ആയാലും ഈവൻ കുട്ടികളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ പോലും പാരന്റ്സിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ അവരിലോട്ട് അതിന്റെ ഒരു അവയർനെസ് മുഴുവനായിട്ട് എത്താത്തത് കൊണ്ടായിരിക്കും നമ്മളത് കൺസിഡർ ചെയ്യാതെ പോകുന്നത്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാര്യമാക്കിയില്ല,
എനിക്ക് നേരത്തെയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഇപ്പോഴത്തെ ഒരു സ്ട്രെസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് പ്ലേസിന്റെ ആ ഒരു വർക്കിലോട്ട് അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു ഇഷ്യൂ മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ കൂടി കൂടി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെയല്ല, ഇത് ശരിയാവില്ല എന്ന് തോന്നിയിട്ടാണ് ആളെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് നമ്മുടെ വർക്ക് ലൈഫും നമ്മുടെ തിരക്കുകളും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കൊണ്ട് നമ്മൾ അത് വിട്ട് കളയുന്നത്. അതിപ്പോ ഏത് ഡിസോർഡർ ആയാലും നമ്മൾ അതങ്ങനെ കാര്യമാക്കാതെ വിട്ട് കളയുന്നതാണ്. പിന്നെ നമ്മളെ നല്ല ബുദ്ധിമുട്ടിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളത് കാര്യമാക്കിയിട്ട് പോകും. ഡിപ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, ആ അതെങ്ങനെയാണ്? സെറാട്ടോണിൻ ടെസ്റ്റ് ചെയ്യാണോ ചെയ്യുക? അല്ല, അത് നമുക്ക് ചെയ്യണ നമുക്ക് ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ബെക്ക് ഡിപ്രഷൻ ഇൻവെന്ററി ക്വസ്റ്റ്യനെയേഴ്സ് ഉണ്ട്. അതല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യനെയേഴ്സ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള നമുക്ക് ക്ലിനിക്കൽ സെറ്റിംഗ്സിലൊക്കെ യൂസ് ചെയ്യാൻ ബെക്കിന്റെ ഡിപ്രഷൻ ഇൻവെന്ററി ആണ്. ഇതിൽ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ അവർക്ക് ഏത് ലെവലിലാണ് ദെൻ മാം പിന്നെ തെറാപ്പീസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ്. കൊടുക്കുക അതിനുശേഷം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാല് CBT കാര്യങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ തെറാപ്പീസ് അതെ അതെ, ട്രീറ്റ്മെന്റിലോട്ട് ഞാൻ വരാം ഈ ടൈപ്സ് ഡിപ്രഷന്? ഓക്കെ. ട്രീറ്റ്മെന്റിലോട്ട് വരാം. ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റിലോട്ട് വരാം. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഉണ്ട്. ഇപ്പൊ ഒരു കേസ് പറയാം, അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ വിത്ത് ഡിപ്രസ്ഡ് മോഡിലോട്ട് ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ അച്ഛനുമായിട്ട് പെൺകുട്ടി ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. അവള് വളരെ ആക്റ്റീവ് ആയിരുന്നു. ഒരു അമ്മയും പെൺകുട്ടിയും കൂടിയാണ് കേട്ടോ കേസിന് വന്നത്. അപ്പൊ ഇവള് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇവളുടെ അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതെ അപ്പൊ ഇവളെ കല്യാണം കഴിപ്പിച്ചു വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോമൺ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും വരുമ്പോഴേക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടും. അപ്പൊ ഇവളെ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു വിട്ടു. കല്യാണം കഴിപ്പിച്ച് വിടാൻ കാരണം അച്ഛൻ മരിച്ചു. കല്യാണത്തിന് മുന്നേ തന്നെ അച്ഛൻ മരിച്ചു. അപ്പൊ അവര് പെട്ടെന്ന് അച്ഛൻ തീരുമാനിച്ച കല്യാണം നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. അച്ഛന്റെ ആഗ്രഹമായിരുന്നല്ലോ, ലാസ്റ്റ് വിഷ് ആയിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ തന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ മരിക്കുകയുണ്ടായി. അപ്പൊ ഇവൾക്ക് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇവൾക്കുണ്ട്. അച്ഛന്റെ മരണത്തിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇവരെന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യണം. ഇവളുടെ പഠിത്തം അവിടെ നിൽക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അച്ഛൻ മരിച്ചിരിക്കുകയാണ്, കംപ്ലീറ്റ്ലി വേറൊരു വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ പോയ സമയത്ത് ഇവളിങ്ങനെ എന്നും വീട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കുറേ കംപ്ലൈന്റ്സ് പറയും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. അവസാനം കുറച്ചൊരു 6 month ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സിറ്റുവേഷൻ ആണ്. ഇവളുടെ കംപ്ലൈന്റ്സ് ഇതൊക്കെയാണ്. കുറച്ച് ജെനുവിനാണ് കാര്യങ്ങളും. ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡ് ആൽക്കഹോളിക് ആണ്, എന്ന് വെച്ചാൽ മദ്യം കഴിക്കുന്ന വെച്ചാൽ ഒരുപാട് കുടിച്ച് ബോധമില്ലാതെ വരും, അങ്ങനെയല്ലേ. പക്ഷെ ആള് മിക്ക ദിവസവും മദ്യം കഴിക്കും. ഇവൾക്കത് ഒട്ടും മനസ്സിലായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആളുടെ വീട്ടില് എപ്പോഴും റിലേറ്റീവ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവൾക്കത് ഇഷ്ടാവുന്നില്ല. റിലേറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ അവരെ 1-2 ദിവസം നിൽക്കും. വീട്ടിലൊരു പ്രൈവസി ഇല്ല. അങ്ങനെയാണ് ആ കുട്ടി. അതാച്ചാൽ സ്വന്തം വീട്ടിൽ അവൾക്ക് ഒരുപാട് പേരോട് ഇന്ററാക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഇവള് ഈ പറഞ്ഞ പോലെ കസിൻസിന്റെ വീട്ടിലും അവിടെ ഇവിടെയും ഒക്കെ പോയി നിന്നിരുന്ന, അവരിവിടെ വന്ന് നിന്നിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചു പോയിരിക്കുന്നത്. ഒരു മുന്നത്തെ അവളുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിലോട്ട് റിലേറ്റീവ്സ് വരുന്നതോ അവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ രാവിലെ വന്ന് വൈകുന്നേരം വരെ നിന്ന് പോകുന്നത് പോലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. അവരിവിടെ വന്നിരിക്കുകയാണ്, കുറെ സമയം പോവാണ്, പ്രൈവസി ഇല്ല, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നം. ഹസ്ബൻഡിന് എന്നെ മനസ്സിലാവുന്നില്ല, എന്നോട് അധികം സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതാവുന്നില്ല, വീട്ടിൽ ഞാൻ ഒറ്റപ്പെടുന്നു, ആരും ഞാനുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല, എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം ഹസ്ബൻഡുമായിട്ടൊക്കെ ഇഷ്യൂ ഒക്കെ ആയിട്ടാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. ഇവിടെ ഒരു കാര്യം, ആ കുട്ടിയുടെ കാര്യം ജെനുവിനാണ്, ആൽക്കഹോളിക് ആണ്, കുട്ടിക്ക് അത് ഇഷ്ടമല്ല. ഹസ്ബൻഡിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആൾ മിക്ക ദിവസവും കഴിക്കും, അത് കഴിച്ചിട്ടാണ് രാത്രി വരുന്നത്, അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ ഉണ്ട് അവിടെ. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞാല് കംപ്ലീറ്റ്ലി ആ കുട്ടി ഒരു മോഡറേറ്റ് ഡിപ്രഷൻ ലെവലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പറയാൻ കാരണം ഒന്നിലും അവൾക്ക് ആക്ടിവിറ്റി ഇല്ല. അവിടെ മുന്നേ ചെറിയ സ്റ്റിച്ചിങ്, എംബ്രോയിഡറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. അവിടെ പോയിട്ട് അവൾ ഇന്നേ വരെ ആ കാര്യം ചെയ്തിട്ടില്ല. അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല, തോന്നുന്നില്ല എന്നാണ് പറയുന്നത്.
അറ്റ്ലീസ്റ്റ് അവൾക്ക് അവിടെ കുറേ ഫ്രീ ടൈം ഉണ്ട് അല്ലേ, ഒരു വീട്ടിലോട്ട് പോയി വീട്ടിലെ ജോലികൾ ഉണ്ടെങ്കിൽ പോലും പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമായിരുന്നു, പക്ഷെ അവളെ കൊണ്ട് അത് പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ 21 ഇയേഴ്സ് 22 ഇയേഴ്സ് ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്നിനും പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കര സങ്കടം, ദേഷ്യം, ഇറിറ്റേഷൻ, എല്ലാവരോടും പൊട്ടിത്തെറിക്കുന്ന ആങ്കർ ഔട്ട്ബേസ്റ്റ് ഉണ്ടാവുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഉറക്കമില്ലായ്മയുണ്ട്, കുട്ടി ആകെ മെലിഞ്ഞ് കോലം കെട്ടിട്ടാണ് തിരിച്ചു വന്നതാണ് അമ്മ പറഞ്ഞത്. വീട്ടിൽ വന്നാലും നേരെ ഫുഡ് കഴിക്കുന്നില്ല, നേരെ ഉറങ്ങുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഫുഡ് നേരെ ഇൻടേക്ക് ചെയ്യുന്നില്ല, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛന്റെ മരണം ഒന്നാമത് അവളുടെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന ഒരു കല്യാണം, ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു ഫാക്ടർ ആയിട്ടാണ് അവിടെ ഡിപ്രഷൻ വന്നതും അഡ്ജസ്റ്റ്മെന്റ് ഇഷ്യൂസ് കൂടി കൂടി വരും ചെയ്തത്. ഫാമിലിയും പിന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി അങ്ങനെ കംപ്ലീറ്റ്ലി അത്ര സപ്പോർട്ടീവ് ഒന്നും അല്ലായിരുന്നു. അത് വേറൊരു ഫാക്ടർ. അതും കൂടി ആയപ്പോഴേക്കും ആ ഒരു സിവിയാരിറ്റി കൂടിപ്പോയി. അങ്ങനെയും സംഭവിക്കാം. ആ ഒരു കണ്ടീഷനിലും ഉണ്ടായിരുന്നു. Okay. ഇനി ഇതൊന്നും അല്ല, ഈ ഡിപ്രഷന്റെ കൂടെയൊക്കെ പല അസുഖങ്ങൾ പലർക്കും ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച പോലെ ജനറൽ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ഇപ്പൊ ഒരാൾക്ക് ക്യാൻസർ വന്നു, അയാൾ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എല്ലാരും പോകണമെന്നല്ല, പക്ഷെ ചില ആളുകൾ ഡിപ്രഷനോട്ട് പോകും. ജനറൽ മെഡിക്കൽ പാർക്കിൻസൺ വന്ന ആളുകള്, അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, ഒന്നും വേണ്ട, ഡയബറ്റിസ് ഉള്ള ആളുകൾ ഡിപ്രഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് ഒരു പ്രമേഹം വന്നിട്ട് ഡിപ്രഷനിലേക്ക് പോവാം. ഈ ഡയബറ്റിക്സ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഹോർമോണൽ ഡിഫറൻസ് വരും, ഇറിറ്റബിലിറ്റി വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അവിടെ നിന്ന് ഡിപ്രസീവ് സിംറ്റംസ് കാണിക്കാനായി സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പുറത്തേക്ക് ഇപ്പൊ പോകാനൊക്കെ പറ്റാതെ വീട്ടിനുള്ളിൽ അടച്ചുകൂടി ഇരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാല് അവിടെയും ആ പറഞ്ഞ പോലെ ചില ആളുകളെ എന്നെ ഒന്നിനും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ. ഇപ്പൊ ടെർമിനൽ ഇൽനെസ്, ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അവര് ലൈഫ് മറ്റേ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് നിൽക്കുന്ന ഒരു മൊമെന്റില് അവര് ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ സാധിക്കില്ല. അതൊക്കെ ഡിപ്രഷനോട്ട് പോവാം. ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് ആളുകൾ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ദെൻ ഈ പറഞ്ഞ പോലെ ആൻസൈറ്റി, ഇതിന്റെ കൂടെ തന്നെ ചില ആളുകളിൽ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. സബ്സ്റ്റൻസ് യൂസും ഉണ്ട്. അത് സബ്സ്റ്റൻസ് യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഡ്രഗ്സ് മാത്രമാണ് ആലോചിക്കുക. ഡ്രഗ്സ് മാത്രമല്ല, ഈവൻ മെഡിക്കേഷൻസ്, സ്ഥിരമായി നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് എടുക്കുന്ന കുറച്ച് ഡോസ് കൂടിയ മെഡിക്കേഷൻസ്, സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോ നമ്മളെ ഡിപ്രഷനിലോട്ട് കൊണ്ടുപോകും. മെഡിസിൻ നിർത്തിയാലും ചിലപ്പോൾ കുറച്ച് നാള് ഡിപ്രസീവ് സിംറ്റംസ് ഒക്കെ കാണിക്കും, പിന്നെ അത് നോർമൽ ആയിക്കോളും. അപ്പൊ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ടാവും, ആൽക്കഹോള്, ഡ്രഗ്സ് ഓർ മെഡിക്കേഷൻ കാരണം. then ഇതിന്റെ കൂടെ ബൈപോളാർ വരാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ PTSD ആരോ പറഞ്ഞു മൂഡ് ഡിസോർഡർ ആണോന്ന്. മൂഡ് ഡിസോർഡർ അല്ല, പക്ഷെ ഡിപ്രഷന്റെ കൂടെ PTSD വരാറുണ്ട്. അതായത് ഒരു ട്രോമാറ്റിക് ഈവന്റ് ഉണ്ടാവുന്നു, അതിന്റെ ബുദ്ധിമുട്ടുകളും കൂടെ അവർ ഡിപ്രഷനോട്ടും കൂടെ പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ കൂടെ, ഈറ്റിംഗ് ഡിസോർഡേഴ്സിന്റെ കൂടെ, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ പലപ്പോഴും ഡിപ്രഷൻ വരാറുണ്ട്. അപ്പൊ 2 അസുഖങ്ങൾ ഒരേ ടൈം ഒരു വ്യക്തിക്ക് ഉണ്ടാവാം. മൂഡ് ഡിസോർഡേഴ്സിന്റെ കൂടെ ഈ പറഞ്ഞ ഏത് കണ്ടീഷൻ വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കോമോർബിഡിറ്റി എന്നാ നമ്മൾ അതിനെ പറയാം. അപ്പൊ നമുക്ക് അപ്പൊ ഒരു വ്യക്തിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഒരു ഡിസോർഡർ തന്നെ വേണം എന്നില്ല, ഒന്നിൽ കൂടുതൽ ഡിസോർഡേഴ്സ് ആ വ്യക്തിയിൽ ഉണ്ടാവാം. അപ്പൊ മൂഡ് ഡിസോർഡേഴ്സിന്റെ കൂടെ ഇതിൽ ഏത് വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയാണ് ഡിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? യെസ് മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ദെൻ ബൈപോളാർ ഡിസോർഡേഴ്സ്. ബൈപോളാറും ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. 3 ടൈപ്പാണ് വരുന്നത്. ഏറ്റവും സിവിയർ ആണ് ബൈപോളാർ 1, രണ്ടാമത്തേതാണ് ബൈപോളാർ, ദെൻ സൈക്ലോത്തീമിയ. ഇതില് നമുക്ക് നിങ്ങൾക്ക് അറിയണം എന്നില്ല എല്ലാവർക്കും, മാനിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. 2 പോൾസ്, ബൈപോളാർ ആ പേര് തന്നെ ഉണ്ട്, മാനിയയും ഡിപ്രഷനും. ഇത് രണ്ടും കൂടെ ചേരുന്ന അവസ്ഥയാണ് ബൈപോളാർ ഡിസോർഡർ. 2 ധ്രുവങ്ങളിലാണ് നമ്മുടെ മൂഡ് നിൽക്കുക. അത് ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വേവ് പോലെ വേണമെങ്കിൽ നമുക്കതിനെ വരയ്ക്കാം.
ഒരു വേവ് പോലെ ഇതുപോലെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയാണ് ബൈപ്പോളാർ ഡിസോർഡർ. എന്താണ് മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാല്? മാനിക് എപ്പിസോഡിൽ ഒരാള് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ഒരുപാട് സംസാരിക്കും, ഒരുപാട് ആക്റ്റീവ് ആയിരിക്കും, തീരെ ഉറക്കം ആവശ്യമേ ഇല്ല, ഫുഡ് കിട്ടിയില്ലെങ്കിലും വെള്ളം കിട്ടിയില്ലെങ്കിലും ഒന്നും ഒരു തളർച്ചയില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് ഹൈലി എലവേറ്റഡ് ആയിട്ടുള്ള മൂഡായിരിക്കും മാനിക് എപ്പിസോഡിൽ ഉണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഡിപ്രഷന്റെ നോർമൽ ഡിപ്രഷൻ സിംറ്റംസ് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ആ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, അവര് എന്തോരം ആക്ടിവിറ്റീസ് ചെയ്യണമെന്നില്ലേ, എന്തോരം എനർജി ആണെന്ന് തോന്നും. അങ്ങനെയാണ് വരിക. അവർക്ക് ഉറക്കമേ വേണമെന്നില്ല, എക്സാജറേറ്റഡ് സെൽഫ് എസ്റ്റീം ആയിരിക്കും, വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഗ്രാൻഡ്യോസ് എന്നാണ് കേട്ടോ അതിന് നമ്മൾ പറയാ. ഗ്രാൻഡ്യോസിറ്റി ഉണ്ട് അവർക്ക്, സംഭവം എന്നുള്ള രീതിയിൽ. പക്ഷെ പെട്ടെന്ന് അവർ ഡിസ്ട്രാക്റ്റഡ് ആവും. മറ്റേ ടൈം മൾട്ടി ടാസ്കിങ് ഉണ്ടായിരിക്കും. പിന്നെ ഇവരിൽ റിസ്കി ബിഹേവിയർ ഉണ്ടാവും. അത് ഡ്രൈവിംഗിലാവാം, സെക്ഷൽ ആക്ടിവിറ്റീസിലാവാം, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നതിലാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിസ്കി ബിഹേവിയേഴ്സ്, ഇമ്പൾസീവ് ബിഹേവിയർ ഇവരുടെ ഭാഗത്തുണ്ടാവും. ദെൻ ഇവരുടെ മൈൻഡിൽ ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും തുടർച്ചയായി തോട്ട്സ് വരണം. ഇതിനെ നമ്മൾ റേസിംഗ് എന്നാ പറയാ. റേസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, കാർ റേസ്, അതന്നെ റേസിംഗ്. അതുപോലെ നമ്മുടെ ഇങ്ങനെ മൈൻഡിൽ തുടർച്ചയായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ടോപ്പിക്കിലല്ല, മിനിറ്റ് വെച്ച് ടോപ്പിക്ക് മാറും. ഇപ്പൊ ഞാൻ ഓഫീസിലെ പ്രശ്നം ആലോചിച്ച് കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഞാൻ വീട്ടിലെ പ്രശ്നമായിരിക്കും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും അടുത്ത സെക്കൻഡ് ആലോചിക്കുന്നത്. ഇങ്ങനെ വളരെ മൈന്യൂട്ട് സമയം കൊണ്ട് നമ്മുടെ തോട്ടിൽ എന്തുണ്ടാവുന്നു, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയാണ് മാനിക് അവസ്ഥ, അല്ലെങ്കിൽ മാനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അതിലും ഇൻട്രസ്റ്റ് ഇല്ല, വേർത്തല്ല തോന്നുന്നത്, നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, റെസ്റ്റ്ലെസ് ആവുന്നത്, ഇറിറ്റബിൾ ആവുന്നത്, വിശപ്പ് അല്ലെങ്കിൽ ഉറക്കത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങള്, സൂയിസൈഡൽ തോട്ട്സ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, ഫോർഗെറ്റ്ഫുൾനെസ്, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെയാണ് ഡിപ്രഷനിൽ ഉണ്ടാവുക. ഈ രണ്ട് അവസ്ഥകളും മാറി മാറി വരുന്ന കണ്ടീഷനാണ് ബൈപ്പോളാർ. മാനിക് അവസ്ഥയും മേജർ ഡിപ്രഷനാണ് കേട്ടോ. മാനിക് അവസ്ഥയും മേജർ ഡിപ്രഷനും മാറി മാറി വരുന്ന കണ്ടീഷനാണ് ബൈപ്പോളാർ 1 എന്ന് പറയുന്നത്. ഇനി ബൈപ്പോളാർ 2 എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ മേജർ ഡിപ്രഷൻ തന്നെയാണ്, പക്ഷെ ഹൈപ്പോമാനിയാണ്. അതായത് മാനിക് എപ്പിസോഡിന്റെ അത്രയും സിവിയർ അല്ല. ഈ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്, എനർജറ്റിക് ആണ്, സെൽഫ് എസ്റ്റീം കൂടുതലാണ്, പക്ഷെ മാനിയുടെ അത്രയും സിവിയർ ആയിട്ടല്ല, കുറച്ച് കുറവാണ്. എനർജി ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഹൈപ്പോമാനിയും ഡിപ്രഷനും കൂടിയാണ് ബൈപ്പോളാർ 2 ഉണ്ടാവും. ദെൻ സൈക്ലോതീമിയ എന്നുള്ള കണ്ടീഷൻ, ഇതെന്താന്ന് വെച്ചാൽ ഹൈപ്പോമാനിയ ഉണ്ടാവും, നമ്മുടെ ഡിസ്തീമിയ എന്ന് പറഞ്ഞില്ലേ, നമ്മള് ഡിപ്രഷൻ 2 വർഷക്കാലത്തോളം ഇരിക്കുന്ന ഒരവസ്ഥ, അതായിരിക്കും. അപ്പൊ ഡിസ്തീമിയയും ഹൈപ്പോമാനിയും കൂടിയുള്ള അവസ്ഥയാണ് സൈക്ലോതീമിയ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 രീതിയിലാണ് ബൈപ്പോളാർ കോമൺ ആയിട്ടുള്ളത്. എന്നാൽ ചില കേസസില് ഡിപ്രഷൻ എപ്പിസോഡ് ഇല്ലാതെ മാനിക് എപ്പിസോഡ്സ് മാത്രം കാണിക്കുന്ന ബൈപ്പോളാർ, യൂണിപ്പോളാർ എന്നൊക്കെ നമ്മൾ പറയും. യൂണിപ്പോളാർ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു സൈഡിലോട്ട് മാത്രം. ചില സമയത്ത് അവർ എന്ത് കാണിക്കില്ല, ഡിപ്രസീവ് എപ്പിസോഡ് കാണിക്കാതെ മാനിക് സ്റ്റേറ്റ് മാത്രമായിട്ട് കാണിക്കും. ചില ആൾക്കാർക്ക് ഇതിങ്ങനെ മിക്സഡ് ആയിട്ട് ഒരേ ദിവസം തന്നെ ഈ പറഞ്ഞ മിക്സഡ് ആയിട്ട് എപ്പിസോഡ്സ് മാറുന്ന അവസ്ഥകളുണ്ട്. അതൊക്കെ റെയർ കേസസ് ആണ്, ഓരോ വ്യക്തികളിലും മാറ്റം വരുന്നത്. യൂണിപ്പോളാർ ഡിസോർഡർ ഒക്കെ ഒരു അങ്ങനെ കോമൺ എന്ന് പറയാൻ പറ്റില്ല, ചിലരുടെ കേസസിൽ അങ്ങനെയും വരാറുണ്ട്. പക്ഷെ നമ്മൾ നോർമലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. പിന്നെ ഇതിലൊന്നും പെടാത്തുണ്ട് കേട്ടോ, ചില കണ്ടീഷൻസ് മനുഷ്യന്റെ മനസ്സല്ലേ, നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് ഇങ്ങനെയാണ് സിംറ്റം, ഇങ്ങനെ വരുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ചില കേസസിൽ നമുക്ക് എന്ത് വരും, ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇവർക്ക് മാനിക് എപ്പിസോഡുണ്ട്, ഡിപ്രഷൻ എപ്പിസോഡുണ്ട്, നമുക്ക് അത് ഈ പറഞ്ഞ അത്രയും സിവിയറോ ഒന്നുമല്ല, ആകെ നമുക്ക് ഏതിലോട്ടും ഉൾപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ബൈപ്പോളാർ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ്, ഏതിലോട്ടും സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവര് വേറൊരു കാറ്റഗറി ആക്കും. എല്ലാത്തിലും ഉണ്ട് കേട്ടോ അങ്ങനെ, മൂഡ് ഡിസോർഡേഴ്സിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. കാരണം
ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്, ഓരോ വ്യക്തിയുടെ എക്സ്പീരിയൻസും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ക്ലാസിഫൈ ചെയ്ത് വെച്ച രീതിയിൽ തന്നെയാണ് അസുഖം എന്ന് പറയാൻ പറ്റില്ല. അല്ലാത്ത സിംറ്റംസും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ ആളുകൾ പെരുമാറാം. അപ്പൊ അവരെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തുക. ഓക്കെ, ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. ഇനി ഇതല്ലാതെ വരുന്ന കോമൺ ആയി കാണുന്ന 2 ഡിസോർഡേഴ്സ് ആണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, ഡിസ്ട്രക്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. ഇതിന്റെ പേരൊക്കെ വലുതാണെങ്കിലും സംഭവം സിമ്പിൾ ആണ്. അതായത് ഈ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പലരിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് PMDD അഥവാ പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. ഈ സമയത്ത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളിലും പേടി, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും. ഡിപ്രഷൻ പോലെ, ഫുഡ് കഴിക്കാതിരിക്കുക, തീരെ ഫുഡിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കം കൂടുതല്, ഭയങ്കര ഇറിറ്റബിലിറ്റി ഉണ്ടാവും. ഇങ്ങനെയുള്ള ഡിപ്രഷന്റെയും ആങ്സൈറ്റിയുടെയും സിംറ്റംസ് ഒക്കെ കാണിക്കും. ബോഡിയിലൂടെ പെട്ടെന്ന് തണുപ്പ് കയറുക, അല്ലെങ്കിൽ ബോഡിയിൽ കൂടെ അങ്ങനെ ചൂട് വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെ മൊത്തം നമ്മളെ കംപ്ലീറ്റ്ലി നമ്മുടെ ഫിസിക്കൽ സിസ്റ്റം ഡൗൺ ആയിട്ടുണ്ടാവും, നമ്മുടെ ബോഡി ഡൗൺ ആയിട്ടുണ്ടാവും, മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടാവും, ദേഷ്യമാവാം, സങ്കടമാവും, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് കരയുമായിരിക്കും ചില ആളുകൾ, ചിലർ പൊട്ടിത്തെറിക്കായിരിക്കും ദേഷ്യപ്പെട്ടിട്ട്. ഓരോ രീതിയിലായിരിക്കും അവരുടെ മൂഡ് സ്വിങ്സ്. അത്രയും ഇറിറ്റബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. ഇത് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡിസോർഡർ ആണ്. ഇപ്പോ ചിലവരൊക്കെ കളിയാക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് മാത്രമേ ഇത്ര പ്രശ്നമുള്ളൂ പീരീഡ് സമയത്ത് ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ ഇത് റിയാലിറ്റി ആണ്. ഇവിടെ എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല കേട്ടോ. ചിലർക്ക് വളരെ കാമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടാവും ആ സമയത്തൊക്കെ. പക്ഷെ പല ആളുകളിലും ഈ ഒരു പീരീഡ്സിന് മുന്നേ ഉള്ള സമയം, പീരീഡ്സ് നടക്കുന്ന സമയത്തുള്ള മൂഡ് സ്വിങ്സ് വേറെ, പീരീഡ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ, ഒരു 1 വീക്ക് മുന്നേ തന്നെ പലരിലും ഈ പറഞ്ഞ സിംറ്റംസ് ഭയങ്കരമായിട്ടുണ്ടാവും. എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ മൂഡ് സ്വിങ്സും ഇറിറ്റേഷൻസും ഉണ്ടാവും, ഡിപ്രഷൻ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവും. ദാറ്റ് ഈസ് PMDD. ഇത് ചിലപ്പോൾ 1 മാസമൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമാക്കണ്ട, അത് അപ്പോഴത്തെ സ്ട്രെസ് കൊണ്ടോ കാര്യങ്ങളായിരിക്കും. പക്ഷെ എല്ലാ മാസവും ഇത്തരം അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിനെ അത് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ട സമയമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കാര്യമാക്കാതെ വിടരുത്. ഇനി ഇതേപോലെ കുട്ടികളിലും നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഡിസോർഡർ ആണ് ഡിസ്ട്രപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ ഡിസോർഡർ. കുട്ടികൾക്ക് ഒരു 6 മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളിലാണ് ഇത് കാണുക. ഡിപ്രഷൻ നമ്മൾ പറഞ്ഞ എല്ലാവരിലും വരും, ചൈൽഡ്ഹുഡിൽ വരും, അഡോളസൻസിൽ വരും, അഡൽട്സിൽ വരും. ദെൻ ബൈപ്പോളാർ കുറച്ചും കൂടി ഏർലി അഡൽട്ട്ഹുഡ് ആ ഒരു സമയത്തിലേക്കാണ് വരിക. അഡോളസൻസിന്റെ ആ ഒരു എൻ പീരീഡിൽ അല്ലെങ്കിൽ ഏർലി അഡൽട്ട്ഹുഡിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടാണ് വരിക. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും DMDD 6 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ കാണുക. എന്ന് പറയില്ലേ, അവൻ ഭയങ്കര ചൂടാവുന്ന കുട്ടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ടെമ്പർ തെറ്റിയ കുട്ടിയാണെന്നൊക്കെ. അത് മേ ബി ഇതായിരിക്കാം. ഇതിന്റെ ആവണമെന്നില്ല, പക്ഷെ ഇതാവാൻ സാധ്യതയുണ്ട്. ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കുന്ന, അഗ്രസീവ് ആയിട്ടുള്ള, ടെമ്പർ ഔട്ട് ബേസ്റ്റ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഇറിറ്റബിൾ ആവുന്ന കുട്ടികൾ, അവർക്ക് ആ മൂഡ് ഇഷ്യൂസ് ആണ് അവിടെ. ഇമോഷണൽ റെഗുലേഷൻ തീരെ ഉണ്ടാവില്ല ഈ കുട്ടികളിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. കുറേ നാളായിട്ട് അത് നിൽക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെഡിക്കേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് വരാം, ഡയബറ്റീസ് കൊണ്ട് വരാം, ഈ അപസ്മാരം, സീഷ്യർ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളില്, അതല്ലെങ്കിൽ പാർക്കിൻസൺ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവാണ്. ആദ്യം തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ആവും, പതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് പാർക്കിൻസൺ ഉള്ള 2-3 പേരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കി അറിയാം അവർക്ക് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ സ്ലോ, നമ്മൾ പറയില്ലേ ഒച്ച എഴുതുന്ന പോലെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഒരു ക്ലാസ് അവർ എടുക്കുമ്പോഴേക്കും സമയം എടുക്കും. ചിലപ്പോൾ അവർ കയ്യിൽ പിടിക്കാൻ പറ്റണം എന്നില്ല, സിവിയർ കേസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുമ്പോ എപ്പോഴും ഒരാളുടെ ഹെൽപ്പ് അവർക്ക് വേണ്ടി വരുന്ന സിറ്റുവേഷൻ ആവുമ്പോ എന്ത് സംഭവിക്കാം, അവര് ഡിപ്രഷനിലോട്ട് പോവാം അല്ലെ. അവർക്കൊരു ഹോപ്പ്ലെസ്നെസ് വളരെയധികം തോന്നാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആവുകയാണല്ലോ. വീട്ടിലുള്ളവർക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇപ്പൊ അതേപോലെ ടെർമിനൽ ഇൽനസ്, HIV, അതേപോലെ ബ്രെയിൻ ട്യൂമറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്യാൻസറോ ഒക്കെ വന്നിട്ടുള്ള ആളുകളില്, മറ്റെന്തെങ്കിലും ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ഉള്ള ആളുകളില് ഇവിടെയൊക്കെ ഈ പറഞ്ഞ ഡിസോർഡേഴ്സ് ഉണ്ടാവും. തൈറോയ്ഡ് ഒരു ഫാക്റ്റ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നതാ. നമ്മുടെ തൈറോയ്ഡ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ മൂഡ് ഡിസോർഡർ വരും കേട്ടോ. പ്രത്യേകിച്ചും ഹൈപ്പറും വരാറുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം കുറച്ചും കൂടി നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കാറുണ്ട്. അതായത് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെങ്കിലും നമുക്ക്, അതായത് തൈറോയ്ഡ് കൂടിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്ത് വരാം, മൂഡ് ഡിസോർഡേഴ്സ് വരാം. പക്ഷെ കുറച്ചും കൂടി പ്രശ്നക്കാരൻ ഹൈപ്പോ തൈറോയിഡിസം ആണ്. പെട്ടെന്ന് നമ്മളെ സൈക്യാട്രിക് അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. മൂഡ് ഡിസോർഡർ എന്നൊക്കെ പോയിട്ട് നമ്മളെ സൈക്കോസിസ് വരെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ആളാണ് ഈ ഹൈപ്പോ തൈറോയിഡിസം. തൈറോയിഡിന്റെ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലോട്ട് പോകും എന്നുള്ളതാണ്. ഇതൊന്നും നമ്മള് അല്ലെങ്കിൽ അറിയുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വിടുന്നതാണ്. അല്ലെ, നമുക്കൊരു ഡിപ്രഷനും അല്ലെങ്കിൽ ഡിപ്രഷൻ സിംറ്റംസ് കാണിക്കും, അല്ലെങ്കിൽ ബൈപ്പോളർ, വലിയ സിവിയർ ഡിസോർഡേഴ്സിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷെ ഈവൻ ഈ തൈറോയ്ഡ് പോലും നമ്മളുടെ മൂഡ് ഇഷ്യൂസ് ഉണ്ടാക്കും, മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും. നമ്മുടെ പീരീഡ്സ് അല്ലെങ്കിൽ ആർത്തവം നമ്മളുടെ മൂഡ് ഇഷ്യൂസ് ഉണ്ടാക്കും. കുട്ടികളിലുള്ള ടെമ്പർ ഔട്ട്ബേഴ്സ്റ്റ്, ഇറിറ്റബിലിറ്റി മൂഡ് ഡിസോർഡർ ആണ്. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ ഇങ്ങനെ അസുഖങ്ങളുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ മൂഡ് ഇഷ്യൂസ് ഉണ്ടാവാം. അവർക്ക് ഡിപ്രഷൻ വരാം, ബൈപ്പോളാർ വരാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ മൂഡ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പറഞ്ഞ പോലെ ഇത് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഇത്രയും കാര്യങ്ങളാ കോമൺ ആയിട്ട് വരുന്നത് ഡിസോർഡേഴ്സ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ് മാം. Yes, ma'am. ഇനി ബൈപ്പോളാറിന്റെ ഒരു കേസ് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു, ഇനി നമുക്ക് എങ്ങനെ ഇത് ചെറിയ രീതിയിലുള്ള മൂഡ് ഡിസ്റ്റർബൻസസ് ഒക്കെ എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യാന്ന് പറയാം. ബൈപ്പോളാറിന്റെ ഒരു കേസ് കേട്ടോ, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പാണ്, ഒരു കപ്പിളാണ്, ഒരു മാരീഡ് അല്ല, മാരേജ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ള കപ്പിൾസ് ആണ്. ഇത് കുറെ വർഷമായിട്ട് സ്നേഹത്തിലാണ്. അപ്പോ ഇതില് രണ്ട് സൈഡും ഞാൻ പറയാം. ഒരു സൈഡില് ആൺകുട്ടി പറയുന്നത് ഈ വ്യക്തിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, രാത്രിയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. രാത്രി വിളിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് 10 മണിക്ക് 9 മണി അതൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ രാത്രിയൊക്കെ വിളിച്ച് രാവിലെ 3 മണി 4 മണി വരെ പുള്ളിക്കാരിയോട് സംസാരിക്കണം. ആദ്യമൊന്നും അങ്ങനെയായിരുന്നില്ല. ഇപ്പൊ വന്ന് ഈ പുള്ളിക്കാരുടെ ബിഹേവിയർ ഇങ്ങനെയാണ്. ഈ വ്യക്തിക്ക് രണ്ടുപേരും വർക്കിംഗ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4 മണി വരെയൊക്കെ ഉറങ്ങാതിരുന്ന് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകുന്ന ഒരവസ്ഥ. അതാണ് ആളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളായി. നേരിട്ട് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആങ്കർ ഔട്ട്ബേഴ്സ്റ്റ് പ്രശ്നങ്ങൾ ഒക്കെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇവളിങ്ങനെ കുറേ സംസാരിച്ചുകൊണ്ടിരിക്കും, ഭയങ്കര ഇതാണ്. അതേപോലെ പെൺകുട്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞത് ആള് വിട്ടിട്ട് പോകുന്നുള്ള പേടിയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളെ ശ്രദ്ധിക്കുന്നില്ല, ആൾക്ക് മനസ്സിലാവുന്നില്ല, എന്റെ സ്ട്രെസ് ആരും അറിയുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി ഇവരുടെ ഫാമിലിയുടെ ഒരു സൈഡ് എടുക്കുകയാണെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. കാരണം ആൺകുട്ടി കുറച്ച് മിഡിൽ ക്ലാസ്സും പെൺകുട്ടി ഈ പറഞ്ഞ പോലെ കുറച്ച് അത്യാവശ്യം ക്യാഷ് ഒരു വീട്ടിലാണ്. അവരൊറ്റ മോളാണ്, കുറെ വർഷം കാത്തിരുന്ന് കിട്ടിയ മോളാണ്. അതുകൊണ്ട് തന്നെ അവര് കുറച്ചും കൂടി സ്റ്റബേൺ ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അതൊരു ഫാക്ട്. ആ പെൺകുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ആൺകുട്ടിയുടെ വീട്ടിലെ പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണെങ്കിൽ രണ്ടുപേരും വർക്കിംഗ് ആണ്, അത്യാവശ്യം ഏജ് ആയിട്ടുണ്ട്, 30+ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏജ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണം നടത്തുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നുണ്ട് രണ്ട് വീട്ടുകാർ സമ്മതിച്ചിട്ട് കല്യാണം നടത്താൻ. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് സമ്മതിക്കുന്നേ ഇല്ല. വർഷങ്ങളായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ദെൻ ഇത് ട്രിഗർ ആയിട്ട് ഇവര് കൺസൾട്ട് ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ, ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇനി വീട്ടുകാരെ നോക്കുന്നില്ല, ഞാൻ ഇറങ്ങി വരികയാണെന്ന് ഒരു ദിവസം വിളിച്ചു പറഞ്ഞിട്ട് പെൺകുട്ടി എന്ത് ചെയ്തു, നേരെ ഈ ചേട്ടന്റെ വീട്ടിലോട്ട് വന്ന് ഇവിടെ നിന്നു. വീട്ടുകാരൊന്നും പറഞ്ഞില്ല, വീട്ടിൽ അറിയിച്ചു, പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചു. പക്ഷെ കാരണം അത് ശരിയല്ലല്ലോ, അറിയിച്ചു. പെൺകുട്ടിയുടെ വീട്ടുകാരുണ്ട് കേസ് കൊടുത്ത് ഇതൊക്കെയായി. പക്ഷെ ഇതിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ വീണ്ടും അവന്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ അവര് നെക്സ്റ്റ് ഡേ കല്യാണം കഴിക്കാം, ഒരു അമ്പലത്തിൽ എന്തെങ്കിലും പോയിട്ട്
നമുക്കൊരു താലി കെട്ടാം, രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച രാത്രി പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഇറങ്ങി ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പബ്ലിക്കലി ഇവര് പോയപ്പോ ഇവരിനെ അറ്റാക്ക് ചെയ്യാൻ വരികയാണെന്നുള്ള രീതിയിൽ ഒച്ചയെടുക്കുകയും ബഹളം ഉണ്ടാക്കുകയും പ്രശ്നമാവുകയും then കുഴഞ്ഞു വീഴുകയും ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇനി ബൈപ്പോളാറിന്റെ സിംറ്റംസ് പറഞ്ഞില്ല. ഞാൻ ഇതിൽ പറയാതെ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവളുടെ ടീച്ചറാണ്. രാത്രി മൊത്തം ചില ദിവസങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. ഇവനോട് വഴക്കിട്ട് പോകുന്ന സമയത്ത് നല്ല ഗ്രാൻഡിയോസ്, എനിക്ക് നീ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ജീവിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ജീവിക്കാൻ അറിയാം, എനിക്ക് ഒരാളുടെയും സപ്പോർട്ട് ഉണ്ട്, എനിക്ക് വീട്ടുകാരും വേണ്ട, നീയും വേണ്ട, എന്നുവെച്ചാൽ ലവറും വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആള് കാണിക്കാറുള്ളത്. ദെൻ ടോക്കറ്റീവ്നെസ് ഞാൻ പറഞ്ഞില്ലേ, നല്ല കൂടുതലായിരിക്കും ബൈപ്പോളാർ ഉള്ള ആളുകളിൽ. ഭയങ്കര ടോക്കറ്റീവ് ആണ്. രാത്രി ഫുള്ള് ഉറങ്ങിയില്ലെങ്കിലും ആള് സുഖമായിട്ട് രാവിലെ എണീറ്റ് ജോലിക്ക് പോകും. മറ്റേ ആളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്ക്. ആള് ഇത് ഫുള്ളാകെ ഡൗൺ ആണ്. ദെൻ ഇവളുടെ ഒരു ഫാക്ടർ ഇവിടെ ട്രിഗർ ചെയ്തൊരു ഫാക്ടർ ആയിട്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിലായൊരു കാര്യം, ഒന്ന് ഇവര് നോർമലി നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുള്ള കപ്പിളാണ് കേട്ടോ. പെൺകുട്ടി ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. അവര് പറഞ്ഞ കുറെ വർഷത്തെ റിലേഷൻ ആണ്. ഇപ്പൊ കുറച്ചായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. അത് ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ആഹ് എല്ലാവരും അറിഞ്ഞതും. പിന്നെ എല്ലാവരും അറിഞ്ഞപ്പോ ഇത് ഭയങ്കര പ്രശ്നമായി. പിന്നെ അവസാനം ട്രീറ്റ്മെന്റിലോട്ട് പോയപ്പോ ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് അവൾക്ക് ബൈപ്പോളാർ 1 ആയിരുന്നു. ആ കണ്ടീഷൻ വരെ എത്തി. ഒന്ന് ഫാമിലിയിൽ നിന്നുള്ള സ്ട്രെസ് ആണ്, ഊഹിക്കാലോ, കുറെ വർഷമായിട്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്, എല്ലാ കേസസിലാണെന്ന് പറയുന്നില്ല കേട്ടോ. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കരുത്. കുറെ വർഷമൊക്കെ മെഡിസിൻ എടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് കുട്ടികൾ ഉണ്ടാവുന്ന കേസസ് ഉണ്ടല്ലോ, അതില് ചില കുട്ടികൾക്ക് സ്ട്രെസ്ഫുൾ ഈവൻസ് വരുമ്പോ മൂഡ് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൂ. എല്ലാവർക്കും വരുന്നല്ല, സാധ്യത ഉണ്ടെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. മേ ബി അതൊരു ഫാക്ടർ ആയിരിക്കാം. അവർ കുറെ വർഷം കാത്തിരുന്ന് കിട്ടിയ ഒരു മോളാണ്. അപ്പൊ മേ ബി ആ മെഡിക്കേഷന്റെ എഫക്ട്സും കാര്യങ്ങളും അതിൽ ഉണ്ടായിരിക്കാം. മാം എൻവയോൺമെന്റിന്റെ സ്ട്രെസ്സും കൂടി അതെ, വരുമ്പോഴല്ലേ എൻവയോൺമെന്റൽ അങ്ങനെ സ്ട്രെസ് വരുള്ളൂ. തന്നെയാണ് ട്രിഗർ ചെയ്തത്. ആ ഫാക്ടർ അവിടെ ഉണ്ടെങ്കിൽ പോലും, ആ മെഡിസിന്റെ ഫാക്ടർ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ട്രിഗർ ആയത് ഈ പറഞ്ഞ പോലെ, ഒന്ന് ഇവൾക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഇയാൾ ഇട്ടിട്ട് പോവോ എന്നുള്ള ഒരു ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ കാത്തിരുന്ന് പോവാണ് ഇവരുടെ വർഷം. ഞാൻ പറഞ്ഞില്ലേ 30 സംതിങ് ആയ അവരുടെ ഏജ്, കുറെ വർഷങ്ങളായിട്ടുള്ള പ്രണയം, കോളേജ് പഠിക്കുന്ന കാലം തൊട്ടുള്ള പ്രണയമാണ്. അപ്പൊ അത് അത്യാവശ്യം വർഷങ്ങളായിട്ടുണ്ട്. ദെൻ ഫാമിലിയിൽ നിന്ന് ഒരു രീതിയിലും അവരടുക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും കൂടി ആയപ്പോഴാണ് ആ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ മൊത്തത്തിൽ അത് ബാധിച്ചത്. സിവിയർ സിറ്റുവേഷനിലോട്ട് പോയി. ഇപ്പൊ ആള് നോർമലാണ് കേട്ടോ. ഇത് ഒരു കുറച്ചധികം മാസങ്ങളായി, ഒരു വർഷം ആവാറായി ശരിക്കും പറഞ്ഞ ഈ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ട്. ഒരു ട്രീറ്റ്മെന്റ് എടുത്തു, കൗൺസിലിംഗ് എടുത്തു, തെറാപ്പി എടുത്തു, മെഡിക്കേഷൻ എടുക്കേണ്ടി വന്നു. കാരണം ബൈപ്പോളാർ വേണ്ടാകുമ്പോൾ നമുക്ക് മെഡിക്കേഷൻ ഇല്ലാതെ പറ്റില്ല. മെഡിക്കേഷൻ എടുത്തു, സൈക്കാട്രിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. മെഡിക്കേഷൻ എടുത്തു, നോർമലായി. ഈ പെൺകുട്ടിയുടെ പ്രശ്നം കണ്ടുകൊണ്ടാന്ന് അറിയില്ല. എന്തായാലും വീട്ടുകാര് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി നോക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, നടത്താം എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുട്ടി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട്, ആ ചേച്ചി നോർമലായിട്ട് പോകുന്നുണ്ട്. ആള് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടായിരുന്ന സ്കൂളിലെ ജോലി പോയേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്ക് ഡിപ്രസ് എപ്പിസോഡ് വരുമ്പോൾ ആള് പോവില്ല, ലീവ് എടുത്ത് വീട്ടിലിരിക്കും. അതായത് ആക്റ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പോവും, എക്സ്ട്രാ വർക്ക് ചെയ്യും, കുട്ടികളോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അങ്ങനെയായിരുന്നു. ഇപ്പൊ വേറൊരു കമ്പനിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ വന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഡിപ്രസീവ് എപ്പിസോഡ് വരുമ്പോൾ ആള് ഡൗൺ ആണ്, ഭയങ്കര കരച്ചിലാണ്. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം, അല്ലെങ്കിൽ അതായത് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി ചേട്ടന്റെ വീട്ടിൽ വന്ന ദിവസം ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളും പരാതികളും സങ്കടങ്ങളും ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഡിപ്രസീവ് എപ്പിസോഡിൽ അവര് ഭയങ്കര ഡൗൺ ആയിരിക്കും. ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ, ഞാൻ അറിയാലോ പ്രൈവറ്റ് സ്കൂളിലാണ്, അവർ പറഞ്ഞു വിടും. വേറെ ഓപ്ഷൻ ഇല്ല അവരെ സംബന്ധിച്ച്. അങ്ങനെ ആ ജോലിയൊക്കെ പോയിരുന്നു. അപ്പൊ കുറച്ചും കൂടി ഡൗൺ ആയി. അങ്ങനെ കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മെഡിസിൻ ഒക്കെ കഴിച്ച് ഇപ്പൊ അവര് കുഴപ്പമില്ലാതെ പോണം. ആ ചേട്ടൻ ഓക്കെയാണ്, ഇപ്പോഴും കല്യാണം കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. ആൾക്ക് എല്ലാം അറിയാം, ഒക്കെയാണ്, വീട്ടുകാർക്കും എല്ലാം അറിയാം. അപ്പൊ കല്യാണം കഴിച്ചില്ലേ അവര്? കഴിച്ചിട്ടില്ല, ഉടനെ കഴിക്കും. ആളുടെ വീട്ടിലാണോ അപ്പൊ? അയാളുടെ വീട്ടിലാണോ? അല്ല, ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണ്. അതെ, ശരി. തിരിച്ചു പോയി പക്ഷെ അല്ലേ? അവർ സമ്മതിച്ചു. ആദ്യം അവരുടെ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, പിന്നെ വന്ന് അന്ന് രാത്രിയാണ്, കല്യാണത്തിന്റെ തലേന്നാണല്ലോ ആള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. പബ്ലിക്കലി പിന്നെ ഇവര് ആളെ അന്വേഷിച്ചു പോയി.
വഴിന്ന് കണ്ടുപിടിച്ചപ്പോ ആകെ ഷൗട്ട് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി ആള് ബോധം കെട്ട് വീഴുന്ന ഒരു അവസ്ഥയിൽ പോയി, സ്ട്രെസ് കൂടിയിട്ട്. കാരണം ആൾക്ക് കല്യാണം എന്ന് പറഞ്ഞപ്പോ പേടിയായിട്ടാണോ സ്ട്രെസ് കയറിയിട്ടാണോ അത് അവരെ വീണ്ടും ട്രിഗർ ചെയ്യിച്ചു അവിടെ. കാരണം ഗിൽറ്റൊക്കെ വരുമല്ലോ, ഫാമിലി സമ്മതിക്കാത്തതിന്റെയും അതെല്ലാം കൂടെ അവരെ ബാധിച്ചാണ് അവരവിടെ ട്രിഗറായി ഇമോഷണലി ഔട്ട്ബേസ്റ്റ് ആയതാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് അറിയാവുന്ന ഒരു കേസാണ്, വളരെ അടുപ്പുള്ള ഒരു കേസാണ്. ഓക്കെ, ഇത് ഞാൻ കൺസൾട്ട് ചെയ്ത കേസൊന്നുമല്ല, വേറൊരു സൈക്കാട്രിസ്റ്റ് കൺസൾട്ട് ചെയ്ത കേസാണ്. പക്ഷെ പരിചയമുണ്ട്, അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ബൈപ്പോളാർ കേസ് ഇല്ല. പിന്നെ ഇന്റേൺഷിപ്പിന് ഒന്ന് അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷെ അതിനേക്കാളും എനിക്ക് സിവിയർ ആയിട്ട് നമ്മള് എന്താ പറയാ കണ്ടത് ഈ ഒരു കേസായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മൂഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എവിടെയൊക്കെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയത് അവരുടെ ലൈഫിൽ. ഈ പാർട്ട്ണറിനെ ബുദ്ധിമുട്ടിലാക്കി, അവരുടെ ജോലിയിൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കി, ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കി, അല്ലെ? മൊത്തത്തിൽ നമ്മുടെ എല്ലാ ഡേ ടു ഡേ ലൈഫിനെയും അത് അഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ എന്താ പറയാൻ വിട്ടല്ലോ, ഫാക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മൾ പറയില്ലേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇപ്പൊ സെറോട്ടോണിൻ പോലെയുള്ള അല്ലെങ്കിൽ ഡോപ്പമിൻ പോലെയുള്ള കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഈ സെറോട്ടോണിൻ അല്ലെങ്കിൽ ഡോപ്പമിന്റെ ഒക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് നമ്മളെ കാമാക്കും. ഇത് കൃത്യമായിട്ട് സെക്രീറ്റ് ചെയ്തില്ല, നമ്മുടെ ബോഡിയിൽ ഇതിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറിറ്റബിൾ ആവാനും ഈ പറഞ്ഞ പോലെ മൂഡ് ഇഷ്യൂസ് വരാനും ഒക്കെ കാരണം. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയില്ലേ, എന്ത് സ്ട്രെസ് ഉണ്ടായിട്ടാ നിനക്ക് ഇങ്ങനെ ഡിപ്രഷൻ വന്നത്? സ്ട്രെസ് വേണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ പോലെ ബയോളജിക്കലി നമ്മുടെ ആ പ്രോസസ്സുകൾ പ്രോപ്പർ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മൂഡ് ഇഷ്യൂസിലോട്ട് പോകാം. ദെൻ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും മൂഡ് ഇഷ്യൂസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂസോ കാണാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും നിർബന്ധമല്ല, പക്ഷെ ഉണ്ടാവാം. ദെൻ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഈ പറഞ്ഞ പോലെ സ്ട്രെസ് വരുന്നതാവാം, ട്രോമയാവാം, അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ വരുന്നതാവാം, അതൊക്കെ ഒരു ഫാക്ടറാണ്. പിന്നെ കുട്ടികളുടെ കേസസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടും പാരന്റ്സിന്റെ ഇഷ്യൂസ്, ഫാമിലി ഡൈനാമിക്സ്, സ്കൂളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പിയർ പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇതിപ്പോ എല്ലാവർക്കും വർക്കിലാണെങ്കിൽ, അഡൾട്ട്സ് ആണെങ്കിൽ വർക്ക് പ്ലേസില്, ഫാമിലിയില്, റിലേഷൻഷിപ്പില്, ഇവിടെയൊക്കെ ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യാം. ദെൻ കൾച്ചറൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ്, അതൊരു ഫാക്ടറാണ്. ഇപ്പോഴും നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞാനൊക്കെ കുറച്ചധികം നാളായിട്ട് ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ആളുകളോടുള്ള ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ കോളേജുകളിൽ നടക്കുന്ന റാഗിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള്, അതൊക്കെ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ മൂഡ് ഇഷ്യൂസിൽ കൊണ്ടെത്തിക്കാം. ദെൻ ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ എല്ലായിടത്തും ബാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്ന പോയിട്ട് ഒരു ഫുഡ് എടുത്ത് കഴിക്കുന്നത് വരെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തുടങ്ങും. ആ ലെവലിലോട്ട് നമ്മൾ പോകും, മൂഡ് ഇഷ്യൂസ് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. ഇനിയിവിടെ ആരോ ചോദിച്ചു നേരത്തെ, എന്ത് ട്രീറ്റ്മെന്റാ കൊടുക്കാൻ പറ്റുക? ഒന്ന്, സിവിയർ ആയിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിന് എബവ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗൺസിലിംഗ് കൊണ്ടോ അല്ലെങ്കിൽ തെറാപ്പി കൊണ്ടോ കാര്യമില്ല. കാരണം അത് അവരുടെ ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആദ്യം നമ്മൾ റെഗുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ചേഞ്ചസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അപ്പൊ നമുക്ക് മെഡിക്കേഷൻ എന്നൊരു ഓപ്ഷനേ ഉള്ളൂ. ആദ്യം മെഡിക്കേഷൻ എടുത്ത് അതിന്റെ ഒപ്പം നമുക്ക് എന്ത് കൊണ്ടുപോവാം, തെറാപ്പി കൊണ്ടുപോകാം. കോമൺ ആയിട്ടും നമ്മൾ മൂഡ് ഡിസോർഡേഴ്സിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കൊടുക്കാറുള്ളത് CBT ആണ്. പിന്നെ ഇന്റർപേഴ്സണൽ ഫങ്ഷനിങ് ഒക്കെ ബെറ്റർ ആക്കാൻ ഇന്റർപേഴ്സണൽ തെറാപ്പി ഒക്കെ കൊടുക്കാറുണ്ട്. ബൈപ്പോളർ 1-നല്ല രണ്ടുള്ളൂ, എല്ലാത്തിനും കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. നമ്മൾ ഈ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ചില കണ്ടീഷൻസ് നമുക്ക് വെറുതെ കൗൺസിലിംഗ് കൊണ്ട് തെറാപ്പി കൊണ്ട് ബെറ്റർ ആക്കാൻ പറ്റില്ല. അവരുടെ ബോഡിയിലുള്ള കെമിക്കൽസ് മാറിയിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ BP മരുന്ന് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന പോലെ ഇതിന് മെഡിസിൻ എടുത്താലേ അത് എന്താവുള്ളൂ, നോർമൽ സ്റ്റേറ്റിലോട്ട് വരും. ഡിലൂഷൻസോ ഹലൂസിനേഷൻസോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെറോട്ടോണിൻ ഡോപ്പമിന്റെ ലെവലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ എടുക്കാതെ പറ്റില്ല. മൂഡ് സ്റ്റെബിലൈസേഴ്സ് എടുക്കേണ്ടി വരും. ഇതിന്റെ ഡോസ് ഒക്കെ പിന്നെ ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ചായിരിക്കും കേട്ടോ, സിവിയാരിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡ്യൂറേഷനും അങ്ങനെ തന്നെയാണ്, സിവിയാരിറ്റിക്ക് അനുസരിച്ചാണ് ഡ്യൂറേഷൻ വരുന്നത്. അതിന്റെ ഒപ്പം അവർ കുറച്ച് സ്റ്റേബിൾ ആയിട്ട് വരുന്നതിന്റെ ഒപ്പം നമ്മൾ എന്ത് പോകും, തെറാപ്പീസ്
എങ്കിലേ അത് എഫക്റ്റീവ് ആവുള്ളൂ. പിന്നെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തണം. എന്ന് വെച്ചാൽ മെഡിസിനും തെറാപ്പിയും കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡി ഫിറ്റ് ആവണം, ഫിസിക്കലി നമ്മൾ ബെറ്റർ ആവണമെങ്കിൽ അവിടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. ചിലപ്പോൾ റൊട്ടീൻ ഉണ്ടാവില്ല, അവർക്കൊരു ഡേ ടു ഡേ ലൈഫിൽ ഒരു ഹാബിറ്റ് ഉണ്ടാവില്ല. ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം അവരിൽ. അതേപോലെ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യണം. കൃത്യമായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഒരു ചാർട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവരോട് ഡിസ്കസ് ചെയ്തിട്ട്. എന്നാൽ മാത്രമേ ഉള്ളൂ. പിന്നെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യിക്കണം, ഡയറ്റ് കൊണ്ടുവരണം. ഇനി ഇൻ കേസ് സ്ട്രെസ് വരികയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, റിലാക്സേഷൻ ടെക്നിക്സുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ് വേണമെങ്കിൽ ഗ്രൂപ്പ് തെറാപ്പി പോലെ നമുക്ക് കൊടുക്കാം. ഇവരുടേതായ പോലത്തെ ഇഷ്യൂസ് നേരിടുന്ന ആളുകളുമായിട്ട് കണക്ട് ചെയ്യുകയും പരസ്പരം ഒരു ഇമോഷണൽ സപ്പോർട്ടും ഗൈഡൻസും കൊടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇപ്പോ നമ്മള് മെന്റൽ ഹെൽത്ത് മേഖലയിൽ അങ്ങനെയില്ല, പക്ഷെ ക്യാൻസർ ട്രീറ്റ്മെന്റ് മേഖലകളിലൊക്കെ അത് ചെയ്യാറുണ്ട്. അതായത് ക്യാൻസർ റിക്കവർ ആയ ആളുകൾ വന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആളുകളുമായിട്ട് അവര് തന്നെ അവിടെയുള്ള പേഷ്യൻസിനെ പരസ്പരം ഒന്നിച്ചിരുത്തി സംസാരിക്കുകയും ഇതൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ആ രീതിയിലുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് നമുക്കിത് മെന്റൽ ഹെൽത്ത് മേഖലയിലും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഒരേ പ്രശ്നങ്ങളുള്ള മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ അന്ന് റിക്കവർ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും അവരുടെ അനുഭവിച്ച സ്ട്രഗിൾസും അവരെങ്ങനെയാണ് മാനേജ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ അത് അവർക്ക് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി ഇതൊക്കെ നമ്മൾ സിവിയർ ആയിട്ട് വരുന്ന കേസസിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് എത്തുന്ന അവസ്ഥയിൽ, ഇനി ഇതൊന്നും അല്ല, നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ എല്ലാം ഉണ്ട്, പക്ഷെ ഇത്രയും സിവിയർ ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ചില സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ മൂഡ് ഇഷ്യൂസ് തോന്നുന്നുണ്ട്. ഡിസോർഡർ ലെവലിലോട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ ചില ദിവസം ഞാൻ ഭയങ്കര ഡൗൺ ആണ്, ചിലപ്പോൾ സ്ട്രെസ് വരുമ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഭയങ്കര ഇറിറ്റബിൾ ആണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി. എക്സസൈസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിചാരിക്കും ഫസ്റ്റ് ദിവസം ഞാൻ 1 മണിക്കൂർ ചെയ്യും. അങ്ങനെയൊന്നും ചാടിക്കയറി ആരും തീരുമാനം എടുക്കണ്ട. ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റും, അടുത്ത ദിവസം ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ഇല്ല, നെക്സ്റ്റ് ഡേയിലേക്ക് പോവാം. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഒരു പാർട്ടാക്കി എടുക്കുക. മിനിമം ഒരു 30 മിനിറ്റ്സ് വരെ ചെയ്യുന്ന രീതി വരെ കൊണ്ടുപോവുക എല്ലാ ദിവസവും. വർക്കിംഗ് ഒക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ വർക്കിംഗ് അല്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് വരാൻ കുറെ സമയം വേണം നമുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുക. അത് ശരി, ഡിപ്രഷൻ മാറാൻ എക്സസൈസോ ചോദിക്കുന്നുണ്ടാവും ഇപ്പൊ ആരെങ്കിലും ഒക്കെ മൈൻഡില് ചോദിക്കുന്നവരുണ്ട്. ഡിപ്രഷൻ മാറാനല്ല എക്സസൈസ്, ഡിപ്രഷൻ മാറാൻ തെറാപ്പി വേണം. പക്ഷേ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെറോട്ടോണിന്റെ അളവ്, അതേപോലെ നമ്മുടെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആവും. ആണ് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മളൊരു ആക്ടിവിറ്റിയിൽ ഫോക്കസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ കൂടുതൽ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആവും. ബ്രെയിൻ കുറച്ചും കൂടി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള എൻഡോർഫിൻസും സെറോട്ടോണിന്റെ ഒക്കെ ലെവൽ ഒന്ന് ബാലൻസ് ആവും. ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആവും. നിങ്ങൾ മെഡിസിൻ എടുത്ത് ബാലൻസ് ആക്കുന്നേക്കാൾ എത്രയോ ബെറ്റർ ആണ് അല്ലാതെ ഇത് ബാലൻസ് ആക്കുന്നത്. അയ്യോ എക്സസൈസ് എനിക്ക് ആരാ പറഞ്ഞത്, എനിക്ക് എക്സസൈസ് അറിയില്ല എന്നൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. ഗൂഗിളിൽ അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരുന്നതുണ്ട്. അപ്പൊ അത് നമുക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ചെയ്യുന്ന പോലെ ആദ്യം കിട്ടണം എന്നില്ലെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ സ്ലീപ്പ്. എത്ര വർക്ക് ഉണ്ടെങ്കിലും ഒരേ സ്ലീപ്പ് പാറ്റേൺ കീപ്പ് ചെയ്യാം. ചില ദിവസങ്ങളിലൊക്കെ തെറ്റിപ്പോവാം, എങ്കിൽ പോലും ഒരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യും. ഇത്ര മണിക്ക് കിടക്കും, ഇത്ര മണിക്ക് എഴുന്നേക്കുന്നു. എനിക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്, ഞാൻ സ്ലീപ്പ് ഹൈജീൻ സെറ്റ് ചെയ്ത ഒരാളാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ട്യൂഷൻ സെന്റർ ഉണ്ട് എനിക്ക്, ഇതേപോലത്തെ കുറെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഞാൻ ഇഗ്നോയുടെ ട്യൂഷൻസ് എടുക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ അല്ലറ ചില്ലറ ക്ലാസ്സുകൾ വേറെ ഭാരതിയാറിന്റെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇൻഡിവിജ്വൽ വരുന്നത്. ഇങ്ങനെ വരുമ്പോ എന്റെ ഒരു പണി എന്ന് വെച്ചാൽ ഈ രാത്രി മൊത്തം ഇരുന്നിട്ട് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കുക, നോട്ട് ഉണ്ടാക്കുക. പക്ഷെ അത് എന്നെ ബാധിച്ചു തുടങ്ങിയ മൊമെന്റിൽ ഞാൻ റിയലൈസ് ചെയ്തു, സെറ്റ് ചെയ്തു. ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാനൊരു ഇന്ന ടൈമിൽ ഇന്ന വർക്ക് നോക്കും. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് തെറ്റിപ്പോകട്ടെ, ചില ദിവസം 11 മണിയാവും, 12 മണിയാവും, 1 മണിയാവും, അതൊക്കെ വേറെ ഫാക്ടർ.
പക്ഷെ നമുക്ക് ഫോണിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഫോണിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, എല്ലാവരുടെയും ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവും ഓൾമോസ്റ്റ്. അതിൽ പോയിട്ട് ഡിജിറ്റൽ വെൽബീയിങ് എന്നുള്ള ഒരു സെറ്റിംഗിൽ ബെഡ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് 10 ആണെങ്കിൽ 10, 11 ആണെങ്കിൽ 11, അതിൽ രാവിലെ എഴുന്നേൽക്കുന്ന ടൈം ഉണ്ട്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്രേ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഈവൻ ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും ഫോൺ. അപ്പൊ നമുക്ക് അതൊരു റിമൈൻഡർ ആണ്, ഉറങ്ങേണ്ട സമയമായി. ഫോൺ നമ്മളെ റിമൈൻഡ് ചെയ്യിക്കും. കുറെ ആൾക്കാരുടെ പ്രശ്നമാണ് ഫോൺ നോക്കിയിരുന്ന് ഉറക്കം പോകുന്നത്. വളരെ നിങ്ങൾക്ക് ഫോൺ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, അത് പിന്നെ പോയി ഓഫാക്കി വെക്കരുത് കേട്ടോ. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ 10:30 to 6 സെറ്റ് ചെയ്ത് വെച്ചത്. 10:30 ഒന്നും കിടക്കാറില്ല, എന്നാലും നോർമലി ഞാൻ അതിൽ ഇപ്പൊ സെറ്റ് ചെയ്തിരിക്കുന്നത് 10:30 to 6 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 10:30ക്ക് അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ എടുത്തു വെച്ച് പോയി ഒക്കെ കിടക്കുമ്പോഴേക്കും 11 മണിയാവും. 11 to 6 എനിക്ക് ഉറക്കം കിട്ടും. അപ്പൊ ആ രീതിയിൽ ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്രേ കളർ ഫോണിൽ വീഴുമ്പോൾ നമുക്കറിയാലോ റിമൈൻഡർ, അല്ല നമ്മൾ ഓർക്കില്ല. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ചിലവർക്ക് ചിലപ്പോൾ പാട്ടൊക്കെ ഒന്ന് കേട്ട് ഉറങ്ങിയാൽ ചിലപ്പോൾ ഉറക്കം കിട്ടുന്നുണ്ടാവും. അതൊക്കെ ട്രൈ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഐഡിയ ആണ്. ചിലർക്ക് ബുക്ക് കുറച്ച് പേജ് വായിച്ചാൽ ഉറക്കം വരും, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ബുക്ക് ബോറിംഗ് ആയിട്ടല്ല, കുറച്ച് പേജസ് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഉറക്കം വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു സ്ലീപ്പ് ഹൈജീൻ സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ എങ്ങനെയാണോ ആ രീതിയിൽ. ഇപ്പൊ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുന്നവർ 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്. അതിനനുസരിച്ച് നിങ്ങളൊരു 6 to 8 hours, ശരിക്കും 8 മണിക്കൂർ വേണം എന്നൊക്കെ പറയും. വർക്കിംഗ് ആയതുകൊണ്ട് പലരും ഒരു 6 hours എങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. ദെൻ ബാലൻസ്ഡ് ഡയറ്റ്. ഷുഗർ കട്ട് ചെയ്യുക, മുഴുവനായിട്ട് കുറയ്ക്കണമെന്നില്ല, കുറയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ചും കൂടി എല്ലാ ഫുഡ് ഐറ്റംസും ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, കുറച്ചും കൂടി ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരിക. ഒമേഗ അടങ്ങിയിട്ടുള്ള കണ്ടന്റ്സ് നമ്മൾ കൂട്ടുക. ആ രീതിയിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകുക. സൺലൈറ്റ് എക്സ്പോഷർ, അത് എന്തിനാ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ ഡി ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് ഈ പറഞ്ഞ വിറ്റമിൻ ഡി ഇഷ്യൂസ്, സൺലൈറ്റ് എക്സ്പോഷർ. 10 to 2 നമ്മൾ പറയുക നോർമലി, ആ ഒരു സമയത്താണ് കൂടുതൽ എന്നൊക്കെ. പക്ഷെ ഇന്നത്തെ 2 മണി നേരത്തൊന്നും നമുക്ക് വെയിലത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ ഒരു 9, 10 വരെയുള്ള ആ സമയത്തെങ്കിലും, ഒരു 11 മണിയുള്ള സമയത്തിന്റെ ഇടയിലെങ്കിലും ഒരു 15 minutes എങ്ങനെയെങ്കിലും കൊള്ളാം. ചില ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, രാവിലെ നേരത്തെ 7 മണി 8 മണി നേരത്തെ വരുന്ന വെയിലില്ലേ, അത് പോയി കൊള്ളാമെന്ന്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്കാ പറയാ. നമ്മൾ അഡൾട്ട്സ് ആയി, നമുക്ക് അതുകൊണ്ട് ഇനി കാര്യമില്ല. നമ്മൾ കുറച്ചും കൂടെ നല്ല വെയിൽ തന്നെ കൊള്ളണം വിറ്റമിൻ ഡി കിട്ടണമെങ്കിൽ. അല്ലാതെ രാവിലെ 7 മണിക്ക് പോയിട്ട് കുട്ടികളെ നമ്മൾ പണ്ട് വെയിൽ കാണിക്കൂലേ, അല്ലെങ്കിൽ ഇളം വെയിൽ കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് നമുക്ക് വിറ്റമിൻ ഡി കിട്ടില്ല. പിന്നെ മൈൻഡ്ഫുൾനെസ് നോക്കാം. അപ്പൊ ആർക്കെങ്കിലും അറിയോ എന്താ മൈൻഡ്ഫുൾനെസ് എന്ന്? നമ്മളെ തന്നെ മനസ്സിലാക്കുക, അവയർനെസ് ഓഫ് അവർ സെൽഫ്, നമ്മളുടെ ഓരോ ബോഡി, ഓരോ കാര്യങ്ങളെല്ലാം. നമ്മള് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാല് ഒന്നും വേണ്ട. നിങ്ങളൊരു ഡേ സെൽഫ് ലവ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാതാണോ? അല്ല, മനസ്സറിഞ്ഞ് ചെയ്യാം. മനസ്സറിഞ്ഞ് ചെയ്യുക, അത് കുറച്ചും കൂടി നല്ലൊരു കാര്യം. അതുമാണ്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ, രാവിലെ എഴുന്നേൽക്കുന്നത്, കുളിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, വർക്കിന് പോകുന്നത്, നിങ്ങൾ എങ്ങനെയായിരിക്കും? ഭയങ്കര ധൃതിയിലല്ലെല്ലാം ചെയ്ത് തീർക്കുന്നത്. ഇതുപോലെ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തീർക്കണം എന്നല്ലേ. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എൻജോയ് ചെയ്ത് എപ്പോഴെങ്കിലും റീസെന്റ് ചെയ്തതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ജസ്റ്റ് നിങ്ങൾ എന്നോട് പറയണമെന്നില്ല, ഒന്ന് ആലോചിച്ചാൽ മതി. ഭക്ഷണം കഴിക്കുന്നത് എൻജോയ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ കുളിക്കുന്നത് എൻജോയ് ചെയ്ത് കുളിക്കുക, സമാധാനമായിട്ട് കുളിക്കുക, അതും അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോകുന്നത് സമാധാനമായിട്ട് പോവുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ റീസെന്റ് ചെയ്തതായിട്ട് നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? പറയുന്നവർക്ക് പറയാം, അല്ലാത്തവർക്ക് ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വളരെ കുറവായിരിക്കും, ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും. മൈൻഡ്ഫുൾനെസ് ഇതാണ്, നമ്മൾ എന്താണോ ഒരു കാര്യം ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ്. കേൾക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും, ആദ്യമായിട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈവൻ നമ്മളിപ്പോ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചോളൂ.
നമ്മള് ആ കംപ്ലീറ്റ് ആ ഫുഡ് പൊട്ടിച്ച് വായിൽ വെക്കുന്ന മൊമെന്റ് തൊട്ട്, ആ പൊട്ടിക്കുന്ന മൊമെന്റ് തൊട്ട് വായിൽ വെക്കുന്നതും അത് ചവച്ചരിക്കുന്നതും അത് നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങി പോകുന്നു, ഇതിൽ മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കും. ചുറ്റും കുറെ കാര്യം നടക്കുന്നുണ്ടാവും, കുറെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. എന്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ മാത്രം. ഈവൻ കുളിക്കുകയാണെങ്കിൽ വെള്ളത്തിന്റെ തണുപ്പ്, വെള്ളത്തിന്റെ ചൂട്, നമ്മുടെ ബോഡിയിൽ വീഴുമ്പോഴുള്ള ആ ഫീല്, അതെല്ലാം നമ്മൾ വളരെ കാമായിട്ട് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ദാറ്റ് ഈസ് മൈൻഡ്ഫുൾനെസ്. കേൾക്കുമ്പോൾ വലിയൊരു സംഭവമാണ്. ഇത് നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഒന്നും വേണ്ട, നടക്കാൻ പോകുന്നതായിക്കോട്ടെ, നിങ്ങൾ ആ നടക്കുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നിങ്ങളുടെ കാലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, നടക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്ത് ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നോ ആ കാര്യത്തിൽ പൂർണ്ണമായും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക. ഇതിന്റെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, ഇത് മാത്രമല്ല, ഇതിലെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മൈൻഡ്ഫുൾനെസ് ആണ് ഇതൊക്കെ. ആദ്യത്തെ ഘട്ടം. ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഒരു റൊട്ടീനിൽ തന്നെ നമുക്കൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിൽ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമുക്ക് അടുത്ത ലെവലുകളിലോട്ട് മൈൻഡ്ഫുൾനെസ് ടെക്നിക്കിലോട്ടൊക്കെ പോകാൻ പറ്റുക. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി, എല്ലാം കൂടെ ചെയ്യാൻ നോക്കണ്ട. ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ സമാധാനത്തോടെ വളരെ അതിലോട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒന്നിനെ പറ്റിയും ആ മൊമെന്റിൽ ചിന്തിക്കാതെ, ചിലപ്പോൾ ചിന്തകളൊക്കെ കയറി വരും. ആ വന്ന ചിന്തയിൽ അയ്യോ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടിലെ കാര്യം നടക്കുമോ, ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, നൈറ്റിലേക്ക് ഡിന്നർ, ഇങ്ങനെ ചിന്തിച്ച് പോകരുത്. എന്തെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവുമെന്ന് തോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കാം, ഞാൻ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് അത് പറ്റും. നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല എന്ന് വിചാരിക്കും. അത് നമ്മൾ ശ്രമിച്ചാൽ മതി. ആദ്യത്തെ ദിവസം പറ്റില്ലായിരിക്കും, പക്ഷെ രണ്ടാമത്തെ ദിവസം എത്തുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആവും. ദിവസങ്ങൾ കഴിയും തോറും നമ്മൾ അതിൽ ബെറ്റർ ആയിട്ട് വരും. നമുക്ക് അതിൽ കുറച്ചും നമ്മുടെ തോട്ടിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറയാറ്. മൈൻഡ്ഫുൾനെസിന്റെ ഒരു ഏറ്റവും വലിയ ഗുണം, നമ്മൾ അതിൽ ഫോക്കസ് ആയിട്ട് വരുമ്പോൾ പതിയെ പതിയെ നമ്മുടെ നെഗറ്റീവ് ആയിട്ട് ആവശ്യമില്ലാത്ത നമുക്ക് വരി തരുന്ന തോട്ട്സിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. തോട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആവശ്യമില്ലാത്ത തോട്ട്സ് ബ്ലോക്ക് ആവും. ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആൻസൈറ്റി കുറയും, അല്ലെ? നമ്മുടെ ഇമോഷൻസ് കുറെ കൂടി കൺട്രോൾ ആയിട്ട് വരും. ഓക്കെ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫുഡ് നോക്കിയിട്ട് എന്നെ ഒന്ന് കഴിക്കുമ്പോ അറിയിക്കണം ടി കേട്ടോ. വി കാണലൊക്കെ അവോയ്ഡ് ചെയ്യാം. അത് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും, ഇനി ടി വി അവിടെ ഓടണമെങ്കിൽ ഓടിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്ത് ശ്രമിച്ചു നോക്കൂ. ഒരു 1 വീക്ക് or 2 വീക്ക് ശ്രമിച്ചിട്ട്, ഒരു 2 വീക്സ് നിങ്ങൾ ശ്രമിച്ചിട്ട് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ട് എന്നെ അറിയിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ആൻസൈറ്റി കുറയ്ക്കാം, ഇമോഷൻസ് കുറയും. പിന്നെ റൊട്ടീൻ ഉണ്ടാക്കണം. നമുക്ക് ഇപ്പൊ വീട്ടമ്മമാരാണെങ്കിൽ പോലും ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ വർക്ക് കഴിഞ്ഞാൽ ബാക്കി ടൈം എന്തെങ്കിലും നിങ്ങൾക്കായിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഒരു റെഗുലർ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെയെങ്കിലൊക്കെ ഒരു ദിവസം തീർക്കുക എന്നുള്ളതിന് പകരം കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് റൊട്ടീൻ എന്നും ഒരേ സമയത്ത് എഴുന്നേക്കുന്നു, ഉറങ്ങുന്നു, ആക്ടിവിറ്റീസ് ചെയ്യുന്നു, ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ദിവസം ഇതൊക്കെ ബ്രേക്ക് ആവാം. അതൊരു പ്രശ്നമല്ല, മനുഷ്യരാണ്. നമുക്കൊരു റോബോട്ട് പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ മാക്സിമം നമുക്കൊരു റൊട്ടീൻ കൊണ്ടുവരാൻ പറ്റും. സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാവാം, ഫ്രണ്ട്സ് ആയിട്ടാവാം. ചില ആൾക്കാർക്ക് പുറത്ത് പോകുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. വേണ്ട, വീട്ടിലുള്ള ആളുകളോട്, അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ച് സംസാരിച്ച് കുറച്ച് ടൈം ഒരു സോഷ്യൽ കണക്ഷന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ജേർണലിംഗ് പറഞ്ഞാൽ ഡയറി എഴുതുന്നത് മാത്രമല്ല, നമ്മൾ ഒരു ദിവസം ഉണ്ടായത് മൊത്തം എഴുതി വെക്കുന്നതാണ് ഡയറി. ജേർണലിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഈ 3 കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുക. മൂഡ്, ട്രിഗർ, ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഇന്ന് ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്കുണ്ടായി എന്ന് വിചാരിക്കും. അപ്പോ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ എഴുതി വെക്കുകയാണ്, എന്നെ എന്താണ് ട്രിഗർ ചെയ്യിച്ചത്, അമ്മ എന്ത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒച്ചെടുത്തത്, അല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കിയത്, ആ ഒരു ട്രിഗറിങ് പോയിന്റ് എന്താണ്, ആ സമയത്ത് എന്റെ മൂഡ് എന്തായിരുന്നു, അതിന് മുന്നേയും ശേഷവും എന്റെ അവസ്ഥ എന്തായിരുന്നു. മുന്നേ ഞാൻ ചിലപ്പോൾ കാമായിട്ട് ഇരിക്കായിരിക്കും, അല്ല അത് കഴിഞ്ഞിട്ട് ചിലപ്പോ വീണ്ടും ഞാൻ കാമായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയിൽ എന്തൊക്കെ മൂഡ് എനിക്ക് വന്നു, എന്തൊക്കെ ചേഞ്ചസ് എനിക്ക് വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജേർണലിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ചെഴുതും.
ഡയറി എന്ന് പറയുമ്പോൾ അത് ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെ നമ്മൾ എഴുതി പോകുന്നതാണ്. അത് നമുക്കൊരു ഭാഗമാക്കാം, ഡയറി എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ എന്താ ട്രിഗർ ചെയ്യിക്കുന്നത്, നമ്മൾ എന്താ, ഇതിപ്പോ ദേഷ്യം മാത്രമല്ല കേട്ടോ, സങ്കടം ആയിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, എന്താ നമ്മൾ അത് ഉണ്ടാക്കിയ ആ കാരണം നമ്മൾ പതിയെ ഐഡന്റിഫൈ ചെയ്ത് എഴുതി. ഒരു ദിവസം പറ്റണമെന്നില്ല, ദിവസങ്ങൾ വരുമ്പോഴേക്കും അത് നമുക്ക് മനസ്സിലാവും. അത് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കാം. നമ്മൾ പറയില്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മൾ എപ്പോഴും ഇല്ലാത്തതിനെ പറ്റിയിട്ടാ ചിന്തിക്കുക, ഉള്ളതിനെ പറ്റി ചിന്തിക്കുന്നത് വളരെ കുറവാ. അല്ല, അയ്യോ എനിക്കിത് ഉണ്ടല്ലോ, എനിക്കിത് കിട്ടിയല്ലോ എന്നുള്ളതിനേക്കാൾ നമ്മൾ ചിന്തിക്കുക എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന്. ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എപ്പോഴും. ഉള്ളതിൽ എന്താണോ അതിനോരോട് നന്ദിയും കടപ്പാടും, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ന് ഒരാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു തന്നായിരിക്കാം, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതാണെങ്കിൽ പോലും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്റെ ഫ്രണ്ട് നാട്ടിലുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ത്രോട്ടിന് നല്ല ഇഷ്യൂ ഉണ്ട്. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കണമെന്നേ വിചാരിച്ചില്ല. പിന്നെ ഓൾറെഡി ഒരു വട്ടം ക്യാൻസൽ ചെയ്തുകൊണ്ട് വീണ്ടും ക്യാൻസൽ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചെടുത്തതാ. അപ്പൊ നാളെ ഞാൻ എന്റെ ENT ഡോക്ടറെ കാണാൻ പോവാണ്. അപ്പൊ എനിക്ക് നാളെ ക്ലാസ് എടുത്തേ പറ്റൂ സെന്ററിൽ. എനിക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൂടെയുള്ള സ്റ്റാഫ് ലീവാണ്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എന്റെ ഫ്രണ്ടിനെ വിളിച്ചു, എനിക്ക് നാളെ വരാൻ പറ്റും. അവൾ ഒന്നും ആലോചിച്ചില്ല. അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്ന എന്റെ സെന്ററിന്റെ പാർട്ട്ണറാണ്, PhD ചെയ്യാണ്, ലീവിന് വന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, സുഖമായിട്ട് 2 ദിവസം ഇരിക്കാൻ വീട്ടിൽ ലീവിന് വന്ന ആളാണ്. അപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ടാണ്, നീ ഒന്ന് നാളെ വാ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവള് ഓക്കെ വരാന്ന് പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ല, നീ ടെക്സ്റ്റ് അയക്ക്, ഞാൻ വായിച്ചു നോക്കട്ടെ, വരാന്ന് പറഞ്ഞു. അപ്പോ ഞാനിപ്പോ ആലോചിക്കുകയാണ്, ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത്, പക്ഷെ അവൾക്ക് ഇന്ന് തന്നെ ലീവ് എടുക്കണമായിരുന്നു, സാറ്റർഡേ ആണ്, എക്സ്ട്രാ ടൈം എടുക്കേണ്ടതാണ്. ആ കുട്ടി ഇന്ന്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടി ഇന്ന് ലീവ് എടുത്തു. ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ഫുള്ള് സ്ട്രെസ്ഡാ. അതേസമയം എനിക്ക് മറ്റേ സൈഡ് ചിന്തിച്ചൂടെ, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും അത്. എനിക്ക് ഒന്നുമില്ലെങ്കിലും വിളിച്ചപ്പോ വരാൻ അവിടെ ഒരാളുണ്ട്, അല്ലെ, ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒരാളുണ്ട്, ഓടി വരുന്നതിൽ ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്നു. ആ മൊമെന്റ് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, ഞാൻ കുറച്ചും കൂടി റിലാക്സ്ഡ് ആകില്ലേ, എന്റെ ടെൻഷൻ കുറയും, ഇമോഷൻ റെഗുലേഷൻ വരും. ഇത് തന്നെയാണ് നമുക്ക് ഡേ ടു ഡേ. നമുക്ക് എല്ലാവർക്കും 2 സിറ്റുവേഷൻസ് ഉണ്ടാവാം. ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും നമുക്ക് ആ ദിവസം കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. ദെൻ സ്ക്രീൻ ടൈം. നമ്മള് ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും, ഈവൻ എന്റെ അടക്കം, ഈ സാധനം ഈ ഫോണാണ്. ഫ്രീ ടൈം കിട്ടിയ അപ്പം നമ്മൾ ഫോൺ എടുത്ത് നോക്കും, വീഡിയോസ് കാണും. പക്ഷെ ഇത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സമയമാണ്. എനിക്ക് കുറെ സ്ക്രോൾ ചെയ്യുന്ന, ഫോൺ നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ ചിലപ്പോൾ വെറുതെ വീഡിയോസ് ആയിരിക്കും, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ PDF ബുക്സ് അങ്ങനത്തെ കാണുന്നതായിരിക്കും. പക്ഷെ ഇങ്ങനെ കുറെ വരുന്ന സമയത്ത് നമുക്ക് കോഗ്നിറ്റീവ് ഓവർലോഡ് സംഭവിക്കും. നമ്മുടെ മൈൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റില്ല കുറെ കാര്യങ്ങൾ, ആകെ ഓവർലോഡ് ആവും. കുറെ ന്യൂസ് തന്നെ എടുത്തു നോക്കിയാൽ ഒരുപാട് നെഗറ്റീവ്സ്. പോസിറ്റീവ് ഉണ്ട്, പക്ഷെ കുറെ നെഗറ്റീവ്സ്, കുറെ കാര്യങ്ങൾ വരുന്നു. നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നമ്മളെ പതിയെ പതിയെ നമ്മുടെ മൂഡിനെ അത് ബാധിക്കും. നമ്മൾ പോലും അറിയാതെ ആ മൂഡിനെ ബാധിക്കും. ഇപ്പൊ നമ്മൾ റീസെന്റ് ഒക്കെ കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണ്, പലർക്കും ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഫോർഗെറ്റ്ഫുൾനെസ്. അതൊക്കെ അറ്റൻഷൻ ഇഷ്യൂസ് ആണ്, അറ്റൻഷൻ കോൺസെൻട്രേഷൻ. നമ്മളൊരു വീഡിയോ കാണുന്നു, ഇഷ്ടപ്പെട്ടില്ല നമ്മൾ സ്കിപ്പ് ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ അടിച്ചുവിടും, ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് അടിച്ചുവിടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷൻ കോൺസെൻട്രേഷൻ അത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ പ്രോസസ് ചെയ്യും, പതിയെ പതിയെ അത് കുറഞ്ഞു വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം സ്ക്രീൻ ടൈം നോക്കുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. നമ്മളെല്ലാവരും വർക്ക് കഴിഞ്ഞ് വന്ന് നമുക്ക് കുറെ മെസ്സേജസ് ഉണ്ടാവും, വീഡിയോസ് എന്തെങ്കിലും റിലാക്സിംഗ് ആയിട്ട് കാണുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഒരു ദിവസം ഇത്ര സമയം, ഒരു ഏകദേശം നമ്മളൊരു കാര്യം ലിമിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂഡിൽ നിങ്ങൾ നല്ല ചേഞ്ച് കാണാൻ പറ്റും. അനുഭവസ്ഥയാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടി എഴുതിയെന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാം, വളരെ ഫീലിങ്സ് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളോട് സംസാരിക്കാം, കണക്റ്റഡ് ആയിട്ടിരിക്കാം. നമ്മുടെ ബോഡീനെ ആദ്യം ടേക്ക് കെയർ ചെയ്യാം. നമ്മുടെ ബോഡി ശരിയാകുമ്പോഴേ നമ്മുടെ മൈൻഡ് ശരിയാവുള്ളൂ. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തു, എക്സസൈസ് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ജേർണലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിൽ കൺട്രോൾ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തേ വഴിയുള്ളൂ, കൗൺസിലിംഗ് എടുക്കുക എന്നുള്ള സെക്ഷനിലേക്ക് പോകും. കൗൺസിലിംഗ് എടുക്കുന്ന ഒരിക്കലും ഒരു തെറ്റോ ആ രീതിയിൽ കാണരുത്. കാരണം കുറെ പേരുടെ ഒരു ധാരണയാണ്, ഞാൻ പോയത് മോശമല്ലേ, ആളുകൾ എന്ത് വിചാരിക്കും, വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കും,
അതൊക്കെ മാറ്റി വെച്ച് ആ സ്റ്റിഗ്മ അങ്ങ് ബ്രേക്ക് ചെയ്ത് കൗൺസിലിംഗ് എടുക്കുക എന്നുള്ളതാണ്. കുട്ടികളാണെങ്കിൽ സ്കൂളിലോ സ്കൂൾ റിസോഴ്സസിലോ അവൈലബിൾ ആണ്. ഇന്ന് ഒരുപാട് ഹെൽപ്പ് ലൈനുകൾ അവൈലബിൾ ആണ്, നമുക്ക് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ പേയ്മെന്റ് ഒരു പ്രശ്നമാവാറുണ്ട് പലർക്കും, അല്ലെ? ആ പൈസ കൊടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രീ ആയിട്ടുള്ള എന്തോ ഒക്കെ നോക്കാം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ദിശ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ആ ഒരു മേഖല വഴി ഇതേക്കാം. പിന്നെ ഈ എക്സാം സമയത്തൊക്കെ പല സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകളും ക്ലിനിക്കുകളും ഒക്കെ അവർ ഫ്രീ സപ്പോർട്ടുകൾ കൊടുക്കാറുണ്ട്, അത് എടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എല്ലാവരുടെ നാട്ടിലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലെങ്കിലും ഉണ്ടായിരിക്കും. മിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഇപ്പൊ വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഡൽട്സിന് വേണ്ടിയൊക്കെ കൗൺസിലേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ റീസെന്റ് തുടങ്ങിയിട്ടുള്ള ഒരു സംവിധാനം, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സെന്റർ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാഞ്ഞതാണ്, കമ്മ്യൂണിറ്റി കൗൺസിലർ പോസ്റ്റ് എന്ന് പറഞ്ഞ്. ഓരോ പഞ്ചായത്തിലും ഓരോ ബ്ലോക്കിലും കൗൺസിലേഴ്സിനെ വെക്കുന്നുണ്ട്, ബ്ലോക്ക് ലെവലിൽ വെക്കുന്നുണ്ട്. ദെൻ കുടുംബശ്രീയുടെ വഴി ഇപ്പൊ കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അവര് ഇതേപോലെ സ്കൂളുകളിൽ വരാനും കാര്യങ്ങളിലൊക്കെയാണ് കമ്മ്യൂണിറ്റി കൗൺസിലേഴ്സ് പോവുക. അത് കൂടാതെ ബ്ലോക്കിലുള്ള കൗൺസിലർ അഡൽട്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ പൈസ ഇല്ല എന്നുള്ളൊരു റീസൺ കൊണ്ട് മെന്റൽ ഹെൽത്ത് ഒരിക്കലും മാറ്റിവെക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തതില് ഇപ്പൊ ഇതില് ജനറൽ ആയിട്ടുള്ള ആളുകൾ കയറിയിട്ടുണ്ട്, കൗൺസിലിംഗ് പഠിച്ച ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇപ്പൊ ജനറൽ ആയിട്ടുള്ള കൗൺസിലിംഗ് എടുത്തവർക്ക് അറിയാം അതിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ ജനറൽ ആയിട്ട് പ്രൊഫഷണലി സൈക്കോളജി ഫീൽഡൊന്നും അല്ലാത്ത ആൾക്കാർ കയറിയിട്ടുള്ളവരോടാണ് ഈ പറഞ്ഞ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അയ്യോ ഞാൻ ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കുറെ കാലമായിട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരോടെങ്കിലും ഓപ്പൺ അപ്പ് ആവാം. ഇതിൽ പറഞ്ഞിട്ടുള്ള ടെക്നിക്സ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ആസ്കിങ് ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും വീക്ക്നെസ് അല്ല, നിങ്ങളൊരു സ്ട്രെങ്ത് ആയി കണ്ടുകൊണ്ട് അടുത്തുള്ള ഗവൺമെന്റ് ഹെൽത്ത് സെന്റേഴ്സിലോ ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത്, അപ്പൊ അങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. കുറെ പേരൊക്കെ സമയം ലേറ്റ് ആയതുകൊണ്ട് ലീവ് ചെയ്ത് പോയിട്ടുണ്ട്, 9:30 ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയിരുന്നോ? ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയോ? നല്ല ക്ലാസ് ആയിരുന്നു, താങ്ക് യു. മാം ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഞാനൊരു സമയവും ഇല്ല, പക്ഷെ എന്നാലും മാമിന്റെ ക്ലാസ് ഫുള്ള് കേട്ടു കേട്ടോ. വളരെ 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 ഓളെ വെയിറ്റിംഗ് ഡിന്നറിന് വേണ്ടി എല്ലാവരും കൂടെ വരിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണ്ടേ, എന്നാലും മാമിനോട് പറയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അത് സുമ മാം ഇത്രയും നേരം എന്റെ ക്ലാസ് കേൾക്കായിരുന്നു, അതിന് വീണ്ടും ക്ലാസ്സിന് കയറി അല്ലേ? അതെ അതെ, മാമിന്റെ ക്ലാസ് ആയ കാരണം അത് സുമ മാം ഇപ്പൊ കളയാൻ 7 പറ്റില്ല. to 8 ഞാൻ അടുത്ത ക്ലാസ്സിലുണ്ടായിരുന്നെ, അത് കഴിഞ്ഞിട്ടാണ് കയറി. വളരെ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് റിലേറ്റഡ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വേറൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഓക്കെ, എന്നാല് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ് മാം. താങ്ക് യു.